നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. സഖ്യകക്ഷികളുടെ താങ്ങിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ. ചിലരെ തഴഞ്ഞും ചിലരെ തഴുകിയുമുള്ള മൂന്നാം മോദിയുടെ പോക്കിൽ ആദ്യമേ തന്നെ കല്ലുകടി. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭയിലേക്കേ ഇല്ലെന്ന് അജിത് പവാർ. മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ മനം നൊന്ത് രാഷ്ട്രീയമേ വിടുന്നുവെന്ന് തിരുവനന്തപുരത്ത് തോറ്റമ്പിയ രാജീവ് ചന്ദ്രശേഖർ. സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും മന്ത്രിസഭയിലേക്ക് എടുത്തുകൊണ്ട് മോദി കേരളത്തിലെ നേതാക്കൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. 2024 തെരഞ്ഞെടുപ്പിൽ തെക്കോട്ട് നോക്കിയ മോദി ഭാവിയിൽ ദക്ഷിണേന്ത്യയിൽ ലക്ഷ്യമിടുന്നത് എന്ത്? ഈ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രകാശൻ മാസ്റ്റർ, CPIM നേതാവ്, കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, BJP നേതാവ് പ്രിൻഡു മഹാദേവ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ. ഇന്നത്തെ ഈ ചർച്ചയിൽ ഇപ്പോഴും നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്ന സമയത്തും മോദി സർക്കാർ മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 72 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 30 പേർ ക്യാബിനറ്റ് റാങ്കിൽ ഉള്ളവരുമാണ്. ഇതിനെക്കുറിച്ച് ഏറെ പറയാനുള്ളത് പ്രിൻഡു മഹാദേവിനാണെന്നറിയാം. പക്ഷേ ആദ്യം മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. M ജയചന്ദ്രൻ, നിലവിൽ മൂന്നാം മോദി സർക്കാർ വല്ലാത്ത പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. 9-ാം തീയതി സത്യപ്രതിജ്ഞ ആക്കിയത് തന്നെ ചില സമയങ്ങളിൽ എത്താത്തതിനെ തുടർന്നാണ്. ഇപ്പോൾ സുരേഷ് ഗോപി, തൃശ്ശൂരിൽ ജയിച്ചു കയറിയ സുരേഷ് ഗോപിയെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ജോർജ് കുര്യനെയും മന്ത്രിസഭയിൽ എടുത്തുകൊണ്ട് എന്ത് സന്ദേശമാണ് കേരളത്തിലെ നേതാക്കൾക്ക് മോദി നൽകുന്നത്? സിജു, ഇത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ വോട്ടർമാരാകെ വലിയൊരു താക്കീതാണ് മോദി സർക്കാരിന് നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെ എന്നുള്ളത് അവർ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ. അത് BJPയുടെ വോട്ട് വിഹിതം ഏതാണ്ട് 5% കണ്ട് കുറയും എന്ന് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്നൊരു ചർച്ചയിൽ കൈരളി ചാനലിൽ തന്നെ ഞാൻ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നതാണ്. അത് എൻ്റെ മാത്രം ഒരു കണ്ടുപിടുത്തമൊന്നുമല്ല. CSDS ലോക്നേരി സർവേ അടക്കമുള്ള സംഘടനകളുടെ വ്യക്തമായ ഒരു വിശകലനമായിരുന്നു അത്തരമൊരു അഭിപ്രായത്തിന് പ്രേരിപ്പിച്ചതും. അതുപോലെ തന്നെയാണ് റിസൾട്ട് വന്നിട്ടുള്ളതും. അപ്പോൾ ഈ കഴിഞ്ഞ 2014 അധികാരത്തിലേക്ക് നരേന്ദ്രമോദി കൂടുതൽ സൂക്ഷ്മതയോടെയും ഉത്തരവാദിത്തോടെയും പെരുമാറുക എന്നുള്ളതാണ് ഈ ജനവിധിയുടെ ഏറ്റവും അടിത്തറയായി നിൽക്കുന്ന സുപ്രധാന ജനകീയ സന്ദേശം. ജനങ്ങളുടെ മെസ്സേജ് അതാണ്. പക്ഷേ അതാണോ ഈ മുന്നണി ഇന്ന് അധികാരത്തിലേറുമ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ താങ്കൾ ചോദിച്ചതും മറ്റ് പലരുടെയും. BJPയുടെ അടക്കം ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏതാണ്ട് ഒരു പിൻവാങ്ങൽ ഉൾപ്പെടെ സംഭവിച്ച കാര്യങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തല്ലോ. ഇവിടെ എന്താണ് സന്ദേശം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം, ഇന്നലെ ഇറങ്ങിയ മലയാള മനോരമയുടെ ഒരു ഇംഗ്ലീഷ് വാരികയുണ്ടല്ലോ, ദ വീക്ക്, ഏറ്റവും ഒടുവിലത്തെ ലക്കം ഇന്നലെ ആണ് ഇറങ്ങിയത്. അതിൽ സുരേഷ് ഗോപിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് സിജു. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തപ്പെടേണ്ട ചില ഒരു പുതിയ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശ്രീ സുരേഷ് ഗോപി നടത്തുന്നുണ്ട്. എന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണല്ലോ, തൃശ്ശൂരിൻ്റെ MP യാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ, തൻ്റെ വിജയത്തിനെ പറ്റിയുള്ള വിലയിരുത്തലാണ് ഏറ്റവും വിചിത്രമായ വാദഗതിയായി സുരേഷ് ഗോപി ദ വീക്കിൻ്റെ താളിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ വിജയം രാഷ്ട്രീയമായ വിജയമല്ല, അത് അരാഷ്ട്രീയമായ വിജയമാണ്. നോക്കണം, ഇത് എന്തൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത് ഈ LDFനെ വിമർശിക്കുന്നവർ എന്നുള്ളത് നോക്കണം. UDFനും K മുരളീധരൻ അടക്കം അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ വിമർശനത്തിൽ പെടുത്തിയിട്ടുണ്ടല്ലോ. പക്ഷേ ഈ ജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, ഇപ്പോഴത്തെ MP, അദ്ദേഹം എന്താണ് വിലയിരുത്തുന്നതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹം പറയുന്നത്, ചോദ്യം ഇതാണ്: there has been an impressive increase in BJP vote share in many constituencies. തൃശ്ശൂരിലെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ, അതായത് നിയമസഭാ മണ്ഡലങ്ങളിൽ
പിന്നെ ഒരു ഇംപ്രസീവ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് BJPയുടെ വോട്ട് ഷെയറിൽ. അതിന് അദ്ദേഹത്തിന് മറുപടി ഇങ്ങനെയാണ്: ദാറ്റ് മൈൻഡ് സെറ്റ് ചേഞ്ച് ഈസ് വാട്ട് വി കോൾ അരാഷ്ട്രീയം, അപ്പൊളിറ്റിക്കൽ. The voting mind has moved from a political ecosystem to an apolitical ecosystem. The voters have changed and we have benefited. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിന്ന് അരാഷ്ട്രീയമായൊരു മനം മാറ്റം ജനങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്തു, അതിൻ്റെ മെച്ചം ഞങ്ങൾക്ക് BJPക്ക് കിട്ടി. ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ താങ്കളുടെ ചോദ്യത്തിൻ്റെ ഇതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ പ്രസക്തിയാണ് ഞാൻ ഏറ്റവും പ്രത്യേകമായി ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. എൻ്റെ വിജയം രാഷ്ട്രീയമല്ല, അരാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ അതൊരു താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമാണെന്നും അത് ഒരു പ്രവണതയല്ല എന്ന് പറഞ്ഞാൽ അതൊരു ട്രെൻഡല്ല എന്നാരാണ് പറയുന്നത്? BJPയുടെ ഇപ്പോഴത്തെ സ്റ്റാർ ഹീറോ എന്ന് പറയാവുന്ന സുരേഷ് ഗോപിയാണ് ഇന്നലെ ഇറങ്ങിയ ദ വീക്ക് വാരികയിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ വിജയത്തെ വിലയിരുത്തി അതിൽ നിന്ന് അച്ചടിച്ച് നമുക്കെല്ലാം കിട്ടുന്നത്. അതാണ് മൈൻഡ് സെറ്റ്. ജനങ്ങളുടെ മൈൻഡ് സെറ്റ് മനമാറ്റം ഉണ്ടായിരിക്കുന്നു. ആദ്യം പറഞ്ഞത് സൂക്ഷ്മതയും ഉത്തരവാദിത്വവും വേണം. മൂന്നാം മോദി സർക്കാർ വരുമ്പോൾ താങ്കൾ പറഞ്ഞ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. സൂക്ഷ്മതയും ഉത്തരവാദിത്വവും. പിന്നീട് സുരേഷ് ഗോപി വീക്കിൽ പറഞ്ഞ ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന അപ്പൊളിറ്റിക്കൽ, അരാഷ്ട്രീയമായ വോട്ടിംഗ് ആണ് നടന്നതെന്ന് സുരേഷ് ഗോപി പറയുന്നു. പക്ഷേ ഇത്തവണ രാഷ്ട്രീയമായി തന്നെയാണ് വോട്ടിംഗ് നടന്നത്. അത് ഉത്തർപ്രദേശിലടക്കം ഹിന്ദി ഹൃദയഭൂമിയിലടക്കം മോദിക്കെതിരെ BJPക്കെതിരെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയമായ വോട്ടിംഗ് ആണ് നടന്നതെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രിനു മഹാദേവ്, സുരേഷ് ഗോപി പറഞ്ഞ അപ്പൊളിറ്റിക്കൽ ന്യായത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കേരളത്തിലെ സംഘടനാ സംവിധാനത്തിലെ നേതാക്കളെയൊക്കെ എല്ലാ ഘട്ടത്തിലും പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് വി മുരളീധരൻ്റെ കേസിലായാലും കുമ്മനം രാജശേഖരൻ്റെ കേസിലായാലും PS ശ്രീധരൻപിള്ള ആയാൽ പോലും അങ്ങനെ നേതാക്കളെ അടക്കം, കാരണം കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ പരിഗണിക്കുന്ന ഒരു രീതി. ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തയച്ച സുരേഷ് ഗോപി പറയുന്നത് അപ്പൊളിറ്റിക്കലാണ്, നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിലുള്ളവരൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സംഘടനയല്ല, രാഷ്ട്രീയമല്ല, ഈ അപ്പൊളിറ്റിക്കൽ തന്നെയാണ് പ്രശ്നമെന്ന് പറയുന്നതിനോട് പ്രിൻറ്റു മഹാദേവ് യോജിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വാക്കുകളോട്? ലോകത്തിനു മുമ്പിൽ ഇന്ത്യൻ ജനാധിപത്യം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ദിവസമാണിന്ന്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ 1962 നെഹ്റുവിന് ശേഷം വീണ്ടും മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിക്കൊണ്ട് ഒരു സുസ്ഥിര ഭരണകൂടം അധികാരത്തിൽ വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു ഭരണകൂടം എന്ന രീതിയിൽ ഇന്ത്യ പോലെയുള്ള 90 കോടി ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു സാഹചര്യം നമുക്കുണ്ട്. നെഹ്റുവിൻ്റെ കാലത്തെ പരാമർശിക്കുമ്പോൾ അന്ന് 28 കോടി ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു മൾട്ടി പാർട്ടി സിസ്റ്റമുള്ള ഈ രാജ്യത്ത് മൂർഖൻ പാമ്പ് എല്ലാം ഒരുമിച്ച് നിന്നിട്ട് 28ഓളം ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകളും അതോടൊപ്പം തന്നെ അനവധി പ്രസ്ഥാനങ്ങളും ഒരു 900ഓളം ചാനലുകളും ഒരുമിച്ച് നിന്ന് എതിർത്തിട്ടും ഈ രാജ്യത്തിലെ ജനങ്ങൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. ആ വോട്ടിന് അനുകൂലമായി 240 സീറ്റ് BJP കിട്ടുന്നു. ഇന്ന് NDA എന്ന് പറയുന്ന കക്ഷിയുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ കക്ഷിയുടെ ഒരു MP-മാരുടെ എണ്ണം 307 അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ മോഡി സർക്കാർ വരുന്ന സമയത്ത് NDAയുടെ സീറ്റ് എന്ന് പറയുന്നത് 303 ആണെങ്കിൽ 307 നിൽക്കുന്ന BJPയും NDAയുമാണ് നിങ്ങൾ ഇത്തരത്തിൽ മോഡി തകർന്നു, BJP തകർന്നു, വോട്ട് ഷെയർ തകർന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ സമാശ്വാസം കൊള്ളുന്നു. സാർ, ഞാൻ കാരണം തുടക്കത്തിൽ തന്നെ നമ്മളൊരു താങ്കൾ പറഞ്ഞതൊന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ട കാര്യമുണ്ട്. കാരണം മോദിയുടെ ഭൂരിപക്ഷം 4 ലക്ഷത്തിലേക്ക് 1.5 ലക്ഷം എങ്ങനെയായി എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. 3 ലക്ഷം പേർ അദ്ദേഹത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. 37% വോട്ട് നേടിയ BJP രാജ്യത്ത് അത് 32ലേക്ക് എങ്ങനെ കുറഞ്ഞു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ അയോധ്യ ഉയർത്തിക്കാട്ടിയ അയോധ്യയിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റത് എങ്ങനെയെന്ന് പരിശോധിക്കേണ്ടതാണ്. അവിടെ നിങ്ങൾക്ക് പരാജയം ഏറ്റില്ല എന്ന് പറയുന്ന ആ ചങ്കുറപ്പ് വളരെ നല്ലതാണ്. പ്രിൻറ്റു, അല്ല സാർ, നമ്മളൊരു പൊളിറ്റിക്കലി സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയം തന്നെ പറയണമല്ലോ. നിങ്ങൾ ഉത്തർപ്രദേശിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയല, അല്ലെങ്കിൽ ബംഗാളിനെ മാത്രം. കാരണം അവിടെ പ്രബലമായിട്ടുള്ള സമാജ്വാദി പാർട്ടി,
കോൺഗ്രസ് കൃത്യമായിട്ടുള്ള വോട്ട് ബാങ്ക് ബേസ് ഉള്ള ഒരു കക്ഷികളാണ് സമാജ്വാദി പാർട്ടിയും. അത് BJP കൂടുതൽ ഭരണത്തിലുണ്ടായിരുന്ന പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. കോൺഗ്രസിനും കൃത്യമായ ബേസ് ഉണ്ട്. മൂന്നാമത് അവിടെ BSP എന്ന് പറയുന്ന സംഘടനയുടെ തകർച്ച. അതോടൊപ്പം തന്നെ ഇത്രയും പ്രബലമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് പോലും ഉത്തർപ്രദേശിൽ BJPക്ക് 33 സീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മാത്രം നേടാൻ കഴിയുന്ന ഒരു വിജയമാണ്. നിങ്ങൾ ഈ ഉത്തർപ്രദേശും രാജസ്ഥാനും ബംഗാളും മാത്രം ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒരുപോലെ ആധിപത്യം സ്ഥാപിച്ച പ്രസ്ഥാനം BJP ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കുന്നു. ഇപ്പം നമുക്ക് ഇതിനോടൊപ്പം തന്നെ 4 സംസ്ഥാനങ്ങളിൽ നമ്മൾ 4 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നല്ലോ. 4 സംസ്ഥാനങ്ങൾ വിജയിച്ചതാരാണ്? BJP ആണ്. നിങ്ങൾ ഒറീസ നോക്കൂ, ഗുജറാത്ത് നോക്കൂ, കാശ്മീർ നോക്കൂ, കേരളം നോക്കൂ. കേരളത്തിൽ പോലും 38 ലക്ഷം ഉള്ള അല്ലെങ്കിൽ ഒരു MP സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് BJP മാറിയിട്ടുണ്ട്. ഇപ്പം 38 ലക്ഷം വോട്ടും ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയവാദിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞെന്ന് വെക്കുക. അവിടെയുള്ള 4,22,000 വോട്ട് കിട്ടിയിട്ടുള്ളത് താമരയ്ക്കാണ്. പിന്നെ 38 ലക്ഷം ആളുകൾ താമരയ്ക്ക് അനുകൂലമായി BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എങ്കിൽ BJP എവിടെയാണ് തകരുന്നത്? അത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. സൗത്ത് ഇന്ത്യ, ഞങ്ങൾ മുമ്പും സിജു സാർ അടക്കം നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള കക്ഷി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP ആണ്. നിങ്ങൾ നേരത്തെ തന്നെ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, സൗത്ത് ഇന്ത്യയിലേക്കുള്ള മോഡിയുടെ നോട്ടം ഗുണം ചെയ്യുമ്പോൾ ഗുണം ചെയ്തിട്ടുണ്ട് സാർ. ആന്ധ്രാപ്രദേശിൽ BJPക്ക് ഇന്ന് 6 സീറ്റും BJPയുടെ മുന്നണിയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. തെലുങ്കാന നിങ്ങൾ നോക്കൂ, തമിഴ്നാട് അടക്കം 11 സീറ്റുകളിൽ 2ാം സ്ഥാനത്താണ്. വളരെ കുറഞ്ഞ സീറ്റിനകത്ത് വോട്ടിനാണ് BJP പല സ്ഥലത്തും പിറകോട്ട് പോകുന്നത്. അപ്പോൾ വോട്ട് പാറ്റേൺ നോക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ ഫാക്ടിനകത്ത് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ 32% BJPയുടെ വോട്ട്. അത് നേരെ തിരിച്ച് തെറ്റാണത്. BJPക്ക് ആകെയുള്ള കഴിഞ്ഞ തവണ BJPക്ക് 22.9 കോടി വോട്ടാണ് BJPക്ക് 2019 കിട്ടിയിട്ടുള്ളത്. ഈ തവണ 23.59 കോടി വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം 69 ലക്ഷം വോട്ട് കൂടുതലാണ്. അപ്പം നിങ്ങൾ പേഴ്സൻറ്റേജ് അങ്ങനെയാണല്ലോ, നിങ്ങൾ BJPയുടെ സീറ്റ് കുറയുന്ന സമയത്ത് പൊതുവെ പേഴ്സൻറ്റേജ് വെച്ചിട്ടാണല്ലോ നിങ്ങൾ കണക്ക് പറയാറ്. പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ സാർ 69 ലക്ഷം കൂടുതൽ വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള BJP എങ്ങനെയാണ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങൾ തകർന്നു എന്ന് പറയാം? അപ്പോൾ ഇവിടെയുള്ള പ്രസ്ഥാനങ്ങളെ മുഴുവൻ, രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് വെച്ചടി കയറ്റമുള്ള പ്രസ്ഥാനം തന്നെയാണ് BJP. പ്രസ്ഥാനം തന്നെയാണ് BJP. താങ്കൾ അവകാശപ്പെടുന്നത് ശരിയാണ്. 240, 300, 400 പറഞ്ഞത് 300-ൽ താഴെ 240, ബാക്കി 32 സീറ്റുകൾ JDUവിൻ്റെയും TDPയുടെയും സഹായത്തോടു കൂടി ഭരിക്കേണ്ടി വരുമ്പോൾ താങ്കൾ പറയുന്നത് വെച്ചടി കയറ്റം തന്നെയാണ്. പ്രകാശൻ മാസ്റ്റർ, ഇപ്പോഴും BJP നേതാവ് പ്രിൻഡു മഹാദേവ് പറയുന്നത് എങ്ങനെയാണ് BJP പരാജയപ്പെട്ടു എന്ന് പറയുന്ന ചോദ്യമാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിച്ച ഈ ചർച്ച തുടങ്ങിയത് തഴയപ്പെട്ടവരെയും തഴുകിയവരെയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഇവിടെ കേരളത്തിൽ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും മന്ത്രിമാരാക്കിയതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോഴും ചർച്ച ഒന്ന് വഴിതിരിച്ചു വിടേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം പ്രിൻഡു മഹാദേവ് പറഞ്ഞത് വലിയ തരത്തിലുള്ള വോട്ടിംഗ് ശതമാനം, വോട്ട് കൂടിയത് BJPക്കാണ്. BJP എവിടെ തകർന്നതെന്നാണ് നമുക്കറിയാം. 2024 തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചാരണം എന്തായിരുന്നു? മോദി എവിടെയൊക്കെയാണ് പ്രസംഗിച്ചത്, എന്തൊക്കെയാണ് മോദി കഴിഞ്ഞ 10 വർഷക്കാലം അവഗണിച്ചത്? അതിനെല്ലാം കൃത്യമായ മറുപടി രാജ്യത്തെ വോട്ടർമാർ നൽകിയില്ലേ? അവിടെയാണ് പ്രിൻഡു മഹാദേവ് എന്ന് പറയുന്ന BJP നേതാവ് പറയുന്നത് എവിടെയാണ് BJPയുടെ അടിത്തറ ഇളകിയതെന്ന്. പ്രകാശൻ മാസ്റ്റർ, ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലമുള്ള BJPയുടെ ഭരണത്തിന് ശേഷം എന്താണ് ഈ രാജ്യത്ത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് മോഡിയും BJP വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ തകർക്കുന്നതിന് വേണ്ടി അവർ ആരംഭിച്ച നീക്കങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വ്യക്തമാക്കുന്നത് എന്താ? 400 സീറ്റുകൾ, അതിൽ 400 പ്ലസ്സാണ്, 400 അല്ല, 400 പ്ലസ് സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന മോഡിക്ക് 282-ൽ നിന്ന് നേരത്തെ 303-ആയി, 14-ൽ നിന്ന് 19-ലേക്ക് വർദ്ധിച്ചപ്പോൾ 240-ആയി കുറഞ്ഞിരിക്കുന്നത് അത് വലിയ മുന്നേറ്റമാണ് എന്ന് പറയാൻ എങ്ങനെയാണ് BJPക്കാർക്ക് സാധിക്കുക? 13 കേന്ദ്രമന്ത്രിമാർ പരാജയപ്പെട്ടത് അത് എങ്ങനെയാണ് മുന്നേറ്റമാണ് എന്നുള്ളത് അവർക്ക് പറയാൻ വേണ്ടി കഴിയുക? 5% വോട്ട് രാജ്യത്താകെ, ഇപ്പോൾ ശതമാനമല്ല പറയേണ്ടത്, നിങ്ങൾ ആകെ വോട്ട് ചെയ്തതിൽ എത്ര % പാർട്ടിക്ക്? ഇതല്ലേ സാധാരണത്തിൽ ഏത് തരത്തിലും പരിശോധിക്കുക? അങ്ങനെ പരിശോധിക്കുമ്പോൾ 5% വോട്ട് ഇന്ത്യയിൽ BJPക്ക് കുറഞ്ഞിരിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് വിജയമായിട്ട് പരിഗണിക്കാൻ വേണ്ടി സാധിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, അവർ ഏറ്റവും വർഗീയതയാണല്ലോ ഇക്കാലം അത്രയും അവർ കളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാർഡ്. ആ വർഗീയ കാർഡ് ഏറ്റവും ഉപയോഗിച്ചിട്ടുള്ള BJP നേതാവ് യോഗി ആദിത്യനാഥാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന നിലയെന്താ?
മത്സരിച്ചിരിക്കുന്ന മിക്കവാറും എല്ലാ കേന്ദ്രമന്ത്രിമാരും തോറ്റു. 30 സീറ്റുകളിലാണ് ദയനീയമായ പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എത്ര വലിയ, ഇപ്പോൾ അയോധ്യയെ വെച്ചുകൊണ്ടാണല്ലോ പ്രാണപ്രതിഷ്ഠ, ശ്രീരാമൻ, ഇതെല്ലാം ആയിരുന്നല്ലോ അവരുടെ തുരുപ്പിച്ചെട്ടുകൾ. എന്നാൽ അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന, പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്ന ഫൈസാബാദ് സീറ്റിനകത്ത് BJP തോറ്റതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പിന്നെ കാണാൻ വേണ്ടി കഴിയുക? ഇന്ത്യ രാജ്യത്ത് എവിടെയെല്ലാം വലിയ നിലക്ക് കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ദയനീയമായിട്ട് നിങ്ങൾ പുറകോട്ടേക്ക് പോയല്ലോ. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും മഹാരാഷ്ട്രയിൽ, രാജസ്ഥാനിൽ, അതുപോലെ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് പ്രതിപക്ഷം ശക്തമായ നിലക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഇപ്പോൾ മധ്യപ്രദേശിനെ പോലെ ബീഹാറിനെ പോലെ അവിടെയെല്ലാം കോൺഗ്രസ് ശക്തമായ നിലക്ക് മറ്റ് കക്ഷികളെ കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, അധികാര കസേരക്ക് പുറത്താണ് നരേന്ദ്രമോദി. പിന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ എല്ലാം സ്വന്തം തീരുമാനം, ഇപ്പോൾ ജനാധിപത്യപരമായിട്ടാണോ പാർട്ടിക്കകത്ത് പോലും നരേന്ദ്രമോദി പെരുമാറിയത്? ഇന്ത്യൻ ജനാധിപത്യം ഇതുപോലെ ആക്രമിക്കപ്പെട്ടൊരു കാലം ഇന്ത്യയിൽ എപ്പോഴായിട്ടുണ്ട്? 146 MLA-മാരെ ഒന്നിച്ച് പുറത്താക്കിയ ഒരു കാലം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? തങ്ങൾക്ക് ഭൂരിപക്ഷമില്ലാത്ത 7 സ്റ്റേറ്റുകളിൽ ആ MLA-മാരെ വിലക്ക് വാങ്ങിച്ച് അധികാരം വിലക്ക് വാങ്ങിയ കാലം ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ സംസ്ഥാനങ്ങളുടെ മേലെ അവരുടെ അധികാരമൊക്കെ തന്നെ കവർന്നെടുത്ത് സംസ്ഥാനങ്ങൾക്ക് ഗവർണർമാർക്കെതിരായിട്ട്, അതുപോലെ കടം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്ന മറ്റൊരു കാലം ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇത്രയേറെ ഈ രാജ്യത്ത് അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ തകർക്കാൻ ഒരു ഗവൺമെൻറ് ശ്രമിക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ചില ആദ്യമായിട്ടാണ്. അതിനുള്ള തിരിച്ചടിയാണ് ഈ വന്നിരിക്കുന്ന BJP-യുടെ പുറകോട്ട് പോക്ക് എന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഉണ്ടാവിടുന്നില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഭരണഘടന മാറ്റണം, ഇതാണല്ലോ BJP-യുടെ നിലപാട്. ഭരണഘടന മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലയിലേക്ക് ഇപ്പോൾ പോകാൻ വേണ്ടി കഴിയുമോ? നിങ്ങൾ നേരത്തെ ജമ്മു കാശ്മീരോട് കാണിച്ചൊരു നിലപാട് നിങ്ങൾക്ക് തുടരാൻ വേണ്ടി കഴിയുന്ന വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചൊരു നാടല്ലേ മണിപ്പൂരിൽ 2 സീറ്റുകൾ നിങ്ങൾ പരാജയപ്പെട്ടല്ലോ. വടക്കിഴക്കൻ മേഖലയിൽ നിങ്ങളുടെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തുടരാൻ വേണ്ടി കഴിയുമോ? തുടരാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് എത്രയോ കാലമായിട്ട്, ഏതാണ്ട് 1.5 നൂറ്റാണ്ട് കാലമായി നിൽക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അടിസ്ഥാന ശിലകളുണ്ട്. അത് പാർലമെന്റ് ജനാധിപത്യമാണ്, ഫെഡറലിസമാണ്, മതനിരപേക്ഷതയാണ്, ദേശീയ ഐക്യമാണ്. അതിനെല്ലാം തകർക്കും. ഞങ്ങൾ ഇവിടെ സംഘപരിവാര ശക്തികൾ ഇതിനോടൊന്നും അനുകൂലിക്കുന്നില്ല. ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ്, ഇതായിരുന്നില്ലേ മുദ്രാവാക്യം? എന്തിനു വേണ്ടിയാ? ഇവിടെ സംസ്ഥാനങ്ങളുടെ മേലെ നിങ്ങൾ നടത്തിയ അന്യായങ്ങൾക്ക് വല്ല കയ്യും കണക്കുണ്ടോ? ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നിർലജ്ജമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചത്. ED-യെ, ഇലക്ഷൻ കമ്മീഷനെ, അതുപോലെ തന്നെ CBI-യെ. അതെല്ലാം തുടരാനാവില്ലെന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? പിന്നെ ഒറ്റക്കെട്ടായിട്ട് പോകാൻ വേണ്ടി കഴിയും എന്നെങ്ങനെ വ്യക്തമാക്കാൻ വേണ്ടി കഴിയുക? ഇപ്പോൾ തന്നെ NCP ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിൽ BJP-യുടെ വലിയ മുഖമായിരുന്നല്ലോ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ഇപ്പോൾ ഈ നമ്മുടെ നരേന്ദ്രമോദി അധികാരം ഏൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കുന്നു, പൊതുജീവിതത്തിനൊക്കെ പിന്മാറും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ക്ലാരിഫിക്കേഷൻ വന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിൽ പൊതുപ്രവർത്തനത്തിന് പിന്നെ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥ നിങ്ങൾക്ക് ശുഭസൂചകമായൊരു കാര്യമാണ് എന്നാണോ പറയാൻ വേണ്ടി കഴിയുക? അപ്പോൾ എളുപ്പമല്ല. ഒരു കാര്യം ഉറപ്പാണ്, BJP ഇക്കാലം അത്രയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഇന്ത്യയിലെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനയ്ക്കെതിരായിട്ടുള്ള കയ്യേറ്റങ്ങൾ അത് ഒരു കാരണവശാലും തുടരാനാവില്ല എന്നുള്ളത് തന്നെയാണ് പ്രകാശം. പക്ഷേ ഈ മോദിക്ക് വശമില്ലാത്ത ഒരു ഭാഷയുണ്ട്, അത് സമവായത്തിൻ്റെതാണ്. അത് നേരത്തെ AB വാജ്പേയി ഇരുന്ന സമയത്തൊക്കെ സഖ്യകക്ഷികളുമായുള്ള അധികാരം പങ്കിടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോദിക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട്, നേരത്തെ ഗുജറാത്തിൽ ഇരുന്നപ്പോഴും മോദി നിർദ്ദേശിച്ചിട്ടേ ഉള്ളൂ, മോദിക്ക് ആരോടെങ്കിലും സമവായത്തിൽ സംസാരിക്കാൻ അറിയുകയുമില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇന്ന് അജിത് പവാർ അടക്കമുള്ളവർ പറയുകയാണ്, ഞങ്ങൾക്ക് ക്യാബിനറ്റ് സ്ഥാനം തന്നില്ലെങ്കിൽ മന്ത്രിസഭയിൽ തുടരാനാകില്ല, മന്ത്രിസഭയിലേക്ക് പ്രവേശനം വേണ്ട. അതോടൊപ്പം തന്നെ TDP പറയുന്നു, ഏറ്റവും പ്രധാനമായി JDU പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് അഗ്നിപഥ് പദ്ധതി ഇല്ലാതാക്കണമെന്നുള്ളതാണ്. അത് നടക്കുമോ? പ്രിന്നു മഹാദേവ്, വളരെ കൃത്യമായി തന്നെ TDP അടക്കം JDU അടക്കമുള്ള കക്ഷികൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2018-ൽ പോയ TDP ചന്ദ്രബാബു നായിഡു അന്ന് പറഞ്ഞിരുന്നത്, അന്ന് നിങ്ങളോട് തെറ്റിപ്പിരിഞ്ഞത് ആന്ധ്രാപ്രദേശിൻ്റെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ടാണ്. ഈ വിഷയത്തിൽ ഇപ്പോഴും അദ്ദേഹം ആ വാദം മുഖമായി മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ കീഴ്പ്പെടും? മോദി എങ്ങനെയൊക്കെ സമവായത്തിന് തയ്യാറാകും? അല്ല, ഇതിനകത്ത് ഒരു മുന്നണി സംവിധാനത്തെ ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ മിടുക്കും കാര്യശേഷിയുള്ള ആളാണ് നരേന്ദ്രമോദി. നിങ്ങൾ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെയും മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ 1996-ൽ വാജ്പേയി ആദ്യമായിട്ട് 162 സീറ്റുമായിട്ടാണ് അധികാരത്തിൽ വന്ന്
ആ സമയത്ത് BJPയുടെ ഓൾ ഇന്ത്യ സംഘടനാ കാര്യദർശിയായിരുന്നു ഈ പറഞ്ഞ നരേന്ദ്രമോദി. അപ്പോൾ അദ്ദേഹത്തിന് ഭരണകർത്താവെന്ന രീതിയിലും നയപരമായിട്ട് മുന്നണി സംവിധാനങ്ങളെ എങ്ങനെ കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന് കൃത്യമായി അതിൻ്റെ ബന്ധം അന്ന് 1996 ഉണ്ടാക്കിയ ബന്ധം ഇപ്പോഴും മമതാ ബാനർജിയുമായിട്ടും തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അപ്പോൾ ആളുകളുമായിട്ടും മുന്നണികളുമായിട്ടും ഒക്കെ നിങ്ങൾ പറയുന്ന ഒരു ഏകാധിപത്യത്തിൻ്റെ ശൈലിക്ക് അപ്പുറത്തേക്ക് കൃത്യമായിട്ടൊരു മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കും. പിന്നെ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്ക വിഷയങ്ങൾ ഉണ്ടാകാം. സ്വാഭാവികം മുന്നണി സംവിധാനമാണ്, ഞങ്ങളത് സമ്മതിക്കുന്നു. ചിലപ്പോൾ ഏകപക്ഷീയമായിട്ട് ചില കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ടേബിൾ ഒരു വട്ടമേശ അപ്പുറം ഇപ്പുറം ഇരുന്ന് നയപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പോളിസിക്ക് അകത്ത് ഇപ്പം JDU-വിനോ ചന്ദ്രബാബു നായിഡുവിനൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് തന്നെയായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക. അതാണല്ലോ മുന്നണി സംവിധാനം. അല്ലാതെ CPM-ന്റെ പോലെ ഒരു വലിയ മനോഭാവത്തോട് കൂടിയിട്ടൊന്നും ഞങ്ങൾ ഒരു കക്ഷിയോട് ഒരു തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. അപ്പോൾ സ്വാഭാവികം ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ കർഷക ബില്ല് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ രാജ്യത്ത് BJP സർക്കാർ വളരെ കർഷകർക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് കർഷകരെ രക്ഷിക്കാൻ വേണ്ടി വന്ന കർഷക ബില്ല്, ആ കർഷക ബില്ല് പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പിൻവലിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. പക്ഷേ മുന്നണി സംവിധാനത്തെ ബാധിക്കുന്ന ചില നയപരമായ ചില വിഷയങ്ങളിൽ തീർച്ചയായും ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നയപരമായിട്ടുള്ള ഒരു സർക്കാരായിരിക്കും, നയപരമായി നയചാതുര്യമുള്ള മുന്നണികളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സർക്കാരായിരിക്കും ഈ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സമരപാതയിൽ തന്നെയാണ്. അവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. ഏതായാലും വരെ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സേനാപതി വേണു കൂടി ചേരുന്നു. ശ്രീ സേനാപതി വേണു, ഒരുപക്ഷെ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് പ്രിന്റു മഹാദേവ് പറഞ്ഞത് ദക്ഷിണേന്ത്യയിലടക്കം വലിയ തരത്തിലുള്ള തേരോട്ടം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു. കർണാടകയിലടക്കം കേരളത്തിൽ ഒരിടത്ത് അക്കൗണ്ട് തുറക്കാനടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ശരിയാണ്, കർണാടകത്തിൽ വലിയ തരത്തിൽ BJPക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വിജയമുണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. കേരളത്തിലെ തൃശ്ശൂരിൽ ജയിച്ചതിനെ സംബന്ധിച്ച് ഇപ്പോൾ തൃശ്ശൂരിൽ വലിയ അടി തങ്ങളുടെ പാർട്ടിയിൽ നടക്കുകയാണ്. എല്ലാം വിരൽ ചൂണ്ടുന്നത് താങ്കളുടെ പാർട്ടിയിലേക്കാണ്. കർണാടകത്തിൽ സംഭവിച്ചത് എന്താണ്, മധ്യപ്രദേശിൽ സംഭവിച്ചത് എന്താണ്, കേരളത്തിലടക്കം തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴും താങ്കളുടെ പാർട്ടിക്ക് നേരെ ഉയരുകയാണ്. വല്ലാത്ത ഒരു തേരോട്ടത്തിന് വേണ്ടി മോദി ആഗ്രഹിച്ചിരിക്കുകയും മോദി അങ്ങനെ നടത്തുകയും ചെയ്തപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി മണ്ണൊരുക്കി കൊടുത്തു. അത് മധ്യപ്രദേശിലായാലും കർണാടകത്തിലായാലും നിങ്ങൾ തന്നെ ചെയ്തു കൊടുത്തു. തൃശ്ശൂരിൽ നിങ്ങൾ പ്രതിസ്ഥാനത്താണ്. നിങ്ങളല്ലേ ഈ സുരേഷ് ഗോപിക്ക് സത്യപ്രതിജ്ഞയ്ക്കുള്ള അവസരം ഒരുക്കി കൊടുത്തത്? സിജു, അതിനു മുമ്പ് ഈ പ്രിന്റു മഹാദേവൻ പറഞ്ഞിടത്തു നിന്ന് തന്നെ തുടങ്ങാമല്ലോ നമുക്ക്. പ്രിന്റു മഹാദേവ് പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വസന്തം, അതൊക്കെ ശരിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വസന്തമായതുകൊണ്ടാണ് ഇപ്പോ നരേന്ദ്രമോദി പഴയ മോഡിയില്ലാതെ ഈ മൂന്നാം മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. നരേന്ദ്രമോദിയുടെ മോഡി വല്ലാതെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ കൽക്കത്തയിൽ മമതാ ബാനർജിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ മമതാ ബാനർജി ഇന്ത്യയുടെ നിയുക്ത പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അങ്ങേക്ക് ധാർമ്മികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഇപ്പോൾ അവകാശമില്ല. സാങ്കേതികമായി അങ്ങോട്ട് ആകുക, പക്ഷേ ധാർമ്മികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ അങ്ങേക്ക് അവകാശമില്ല. അത് മമതാ ബാനർജി വെറുതെ പറഞ്ഞതല്ല. മമതാ ബാനർജി പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 4,79,505 ആളുകൾ നിങ്ങളുടെ മണ്ഡലത്തിൽ വാരണാസിയിൽ നിങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ ഭൂരിപക്ഷം ഇപ്പം 1,52,513 കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അന്ന് വോട്ട് നൽകിയ 3,28,992 പേർ നിങ്ങളുടെ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം നിങ്ങളോട് അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു. 3.5 ലക്ഷത്തോളം ആളുകൾ നിങ്ങളുടെ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങളോട് അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് മമതാ ബാനർജി പറഞ്ഞത് 10 കൊല്ലം കൊണ്ട് ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുമെന്നും 5 ട്രില്യണിൽ നിന്ന് 5 ട്രില്യൺ ഡോളറിലേക്ക് ഇന്ത്യയെ സാമ്പത്തികമായിട്ട് വളർത്തുമെന്നും ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റുമെന്നും ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞ നിങ്ങൾ വാരണാസിയിൽ നിങ്ങളുടെ വോട്ടർമാർ നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് 3,28,992 വോട്ടർമാർ നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങളിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു. 1. 2, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 292ന്റെ ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 303 ആണ്. ആ 303ൽ നിന്ന് പാർലമെന്റിൽ നിങ്ങളുടെ എംപിമാരുടെ എണ്ണം 64 എണ്ണം നിന്ന നിൽപ്പിൽ കുറഞ്ഞിരിക്കുക. ഞാൻ BJPയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മുന്നണി അവിടെ നിൽക്കട്ടെ. അതുകൊണ്ടാണ് മമതാ ബാനർജി പറഞ്ഞത് ധാർമ്മികമായി നിങ്ങൾക്ക് ഇന്ത്യയിൽ ഭരിക്കുവാനുള്ള ഇപ്പോൾ അവകാശമില്ല. സാങ്കേതികമായിട്ട് നിങ്ങൾക്കുണ്ട്, കാരണം നിങ്ങളുടെ മുന്നണിക്ക് 293 കിട്ടിയിരിക്കുന്നു. വീണ്ടും മമതാ ബാനർജി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് അബ്കി ബാർ 400 പാസ്,
400 മുകളിൽ പോകും എന്നുള്ളതാണ്. വീണ്ടും നിങ്ങൾ പറഞ്ഞു ആർട്ടിക്കിൾ 370 370 हमने हटाया, അതുകൊണ്ട് 370 ഞങ്ങൾക്ക് കിട്ടും. 370 നിങ്ങൾ എത്തിയില്ല, 400 പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. പോട്ടെ, കേവല ഭൂരിപക്ഷം BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴും 32 സീറ്റുകൾ പിറകിൽ നിൽക്കുന്നു. ഉണ്ട്, നിങ്ങളോടൊപ്പം TDP ഇപ്പോൾ ചേർന്നിട്ടുണ്ട്, നിങ്ങളോടൊപ്പം ജനതാദൾ യുണൈറ്റഡ് ചേർന്നിട്ടുണ്ട്, നിങ്ങളോടൊപ്പം ചിരാഗ് പാസ്വാന്റെ പാർട്ടി ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഈ ചെറിയ പാർട്ടികളൊക്കെ ചേർന്ന് നിങ്ങൾ എന്താ പറഞ്ഞ 293 എത്തിയിരിക്കുന്നു. ഇന്നത്തെ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയുടെ ഒരു പ്രത്യേകത, ഇന്നലെ അദ്ദേഹം പാർലമെന്റിൽ അവരുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ 1.5 മണിക്കൂർ സമയം പ്രസംഗിച്ചപ്പോ അദ്ദേഹം അയോധ്യയെക്കുറിച്ച് ഒരു വാക്കും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ മുന്നണിയെ അദ്ദേഹം എപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ മുന്നണി എന്നാണ് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ അദ്ദേഹത്തിന് പറയാറായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് എന്ന് അദ്ദേഹത്തിന് ഇന്ത്യ എന്ന പദം ഇന്നലെ അദ്ദേഹം ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഞാന് ശ്രീ പിന്റു മഹാദേവനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നരേന്ദ്രമോദി വലിയൊരു ചക്രവ്യൂഹത്തിലാണ് എത്തപ്പെട്ടിരിക്കുന്നത്. ആ ചക്രവ്യൂഹത്തിൽ നിന്ന് അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. ഇപ്പോ അജിത് പവാറിന്റെ പാർട്ടി ഇന്ന് പിണങ്ങി നിൽക്കുകയാണ്. ഒട്ടും സംശയം വേണ്ട, ഇന്ത്യയിൽ രാഷ്ട്രീയ ചാഞ്ചാട്ടത്തിന്റെ ചാമ്പ്യന്മാരായിരിക്കുന്ന നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവുമാണ്. ഈ രണ്ടാളുകളുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. BJPക്കെതിരെ മുന്നണി രൂപീകരിക്കാൻ ആദ്യം ചാടി വന്ന രണ്ടാളുകൾ, അവർ തിരിച്ചുപോയി അല്ലെങ്കിൽ അവർ മറുകണ്ഠം ചാടി എന്നുള്ളത് വേറെ വസ്തുത. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രാഷ്ട്രീയ ചാഞ്ചാട്ടത്തിന്റെ ചാമ്പ്യന്മാരായിരിക്കുന്ന ഈ രണ്ടാളുകളെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ ഭരണം, അത് ഞാനൊരു രാഷ്ട്രീയ പ്രവാചകനൊന്നുമല്ല, പ്രവചിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഒട്ടും സുഗമമല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സിജു ചോദിച്ച ചോദ്യത്തിലേക്ക്, സിജു, ഞങ്ങള് 44 കഴിഞ്ഞ പ്രാവശ്യം, തൊട്ട് പിന്നെ വന്നപ്പോൾ 52 52 നിന്ന് ഞങ്ങളിപ്പോ 101 എത്തിയിരിക്കുകയാണ്. 101 എന്ന് പറഞ്ഞാൽ പപ്പു യാദവ് ഞങ്ങളുടെ കൂടെ ചേർന്നു, വസന്തദാദ പട്ടാലിന്റെ ചെറുമകൻ, അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ ഞാൻ പ്രയാഗ് പട്ടേൽ, അദ്ദേഹം ഞങ്ങളുടെ കൂടെ ചേർന്നിരിക്കുന്നു. അപ്പൊ ഞങ്ങള് 99, 100, 101 ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ആ 101 ഞങ്ങൾ എത്തിയിരിക്കും. അങ്ങ് സൂചിപ്പിച്ചത് ശരിയാണ്, ഞങ്ങൾക്ക് മധ്യപ്രദേശിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ പെർഫോം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾക്ക് കർണാടകത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിന്ദി ഹൃദയഭൂമിയിൽ ആകമാനം കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. BJP പിന്തു മനസ്സിലാക്കണം, നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കാൾ കുറച്ചുകൂടി എന്താ പറഞ്ഞ ഈ സംഘപരിവാർ ഭരണം അടിച്ചേൽപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ഉത്തർപ്രദേശ്. അപ്പോ നമ്മളിവിടെ പല ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ KVS ഹരിദാസിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് അവിടുത്തെ 80 സീറ്റും എന്താ പറഞ്ഞ ഇത്തവണ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ UPയിൽ നേടാൻ പോവുക, വേറെ ആൾക്കും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ 62, നിങ്ങളുടെ മുന്നണി 2, 64. 64 നിന്ന് നിങ്ങൾ എത്രയിലേക്ക് എത്തിയിരിക്കുന്നു? നേരെ അതിന്റെ പകുതിയിലേക്ക് എത്തിയിരിക്കുന്നു. എവിടെയാ? 10 കൊല്ലക്കാലം നിങ്ങൾ സബ്കി വികാസ്, സബ്കി പുരോഗതി എന്നൊക്കെ പറഞ്ഞ് ഈ നാട് മുഴുവൻ ഏതാണ്ട് 167ഓളം പാർലമെന്റ് മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദി നേരിട്ട് ചെന്ന് യോഗവും റോഡ് ഷോയും എന്താ പറഞ്ഞ ഇതൊക്കെ നടത്തിയ ആ ഇന്ത്യ മഹാരാജ്യത്താണ് നിങ്ങൾ ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് നിങ്ങളുടെ പാർട്ടി 32 സീറ്റിന്റെ കുറവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് മുന്നോട്ടുള്ള നിങ്ങളുടെ വഴി. നിങ്ങളിപ്പോ നെഹ്റു ഒക്കെ ആയിട്ടാണല്ലോ തൊല്ലം ചെയ്യുന്നത്. നെഹ്റുവിന്റെ 1ാമത്തെ ഗവൺമെന്റ്, 2ാമത്തെ ഗവൺമെന്റ്, 3ാമത്തെ ഗവൺമെന്റ്, അതൊക്കെ നല്ല ഭൂരിപക്ഷത്തിൽ വന്ന ഗവൺമെന്റുകളാണ്. ഇപ്പൊ സാങ്കേതികമായി നരേന്ദ്രമോദി ഇന്ത്യയുടെ 3ാമത്തെ പ്രധാനമന്ത്രിയായി. പക്ഷേ നെഹ്റുവുമായിട്ടൊക്കെ ഉള്ള തുലനം ചെയ്തൽ, ആ തുലനം ചെയ്തൊന്നും അതൊന്നും ശാശ്വതമാവില്ല. ഇവിടെ മമതാ ബാനർജി പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, രാഷ്ട്രീയ ധാർമ്മികത എന്ന ഒന്ന് നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും താങ്കൾ പറഞ്ഞത് താങ്കളുടെ ചോദ്യങ്ങളും വളരെ വ്യക്തമാണ്. കാരണം ഈ രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. പിന്നെ നെഹ്റു BJPക്കാർക്ക് ഇപ്പോൾ വലിയ ഇഷ്ടപ്പെടുന്ന കഥാപാത്രമായി മാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നമുക്കറിയാം. പക്ഷേ ശ്രീ സേനാപതി, താങ്കൾ പറഞ്ഞതിനോട് താങ്കളോട് എനിക്കൊരു ചോദ്യമുണ്ട്, അത് ചർച്ചയിലേക്ക് പോകുന്നില്ല. കാരണം ഈ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം 100, 101 താങ്കളുടെ പാർട്ടി എത്തിയതിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ച് വയനാട് കൈയൊഴിയുകയാണ്. റായ്ബറേലിയിൽ നിന്ന് ജയിച്ച് റായ്ബറേലിയെ കയ്യിൽ കൂടെ കൂട്ടുകയും വയനാടിനെ കൈയൊഴിയുകയും ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആർജവത്തോടു കൂടി പറയാനാകുമായിരുന്നില്ലേ താങ്കളുടെ നേതാവിന്, ഞാനിതാ മത്സരിക്കുന്നത്
റായ്ബറേലിയിലാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് BJP-യെ നേരിടുന്നു എന്ന് പറയാനുള്ള ആർജവം താങ്കളുടെ പാർട്ടിക്ക് ഇല്ലായിരുന്നു. അത് തന്നെയാണ് വലിയ തിരിച്ചടിയിലേക്ക് വരികയും ചെയ്തത്. ഞാൻ പ്രകാശൻ മാസ്റ്ററിലേക്ക് ഒന്നുകൂടി പോയിട്ട് വരാം. പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ഇപ്പോൾ സേനാപതി വേണു പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ കൂറുമാറ്റത്തിന്റെയും ചാഞ്ചാട്ടത്തിന്റെയും ചാമ്പ്യന്മാരായ രണ്ടുപേരെ വെച്ചുകൊണ്ട് എങ്ങനെ ഈ NDA സർക്കാരിന് മോദിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഇത് തന്നെയല്ലേ വലിയ ഒരു വെല്ലുവിളി ഇനി നേരിടാൻ പോകുന്നത് മോദി? ഞാനൊരു RSS ആണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന മോഡിക്ക് അദ്ദേഹത്തിൻ്റെ സംഘടനാപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും നിലക്ക് ജനാധിപത്യ ഉള്ളടക്കമുണ്ട് എന്ന് വിശ്വസിക്കാനാവില്ല. എന്തുകൊണ്ടെന്നാൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താത്തൊരു സംഘടനയാണ്. അതിന് മേലെ മുതൽ താഴെ വരെയുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യപ്പെടുകയാണ്. അല്ലാതെ RSSനകത്ത് തെരഞ്ഞെടുപ്പില്ല. ഇനി ജനാധിപത്യത്തോട് എന്താ മോഡിയുടെ സമീപനം? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം 23 കൊല്ലക്കാലമാണ് ഭരണരംഗത്താണ്. 13 കൊല്ലക്കാലം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിട്ട്, 10 കൊല്ലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട്. അദ്ദേഹം ഒരു സന്ദർഭത്തിലും സ്വന്തമായിട്ട് പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാത്തൊരു ഭരണ സംവിധാനത്തെ നയിച്ചിട്ടില്ല. ഇനി ഇക്കഴിഞ്ഞ 10 കൊല്ലക്കാലമുള്ള നിലയെന്താ? BJP-ക്കകത്ത് ആരെയെങ്കിലും കൂടെ കൂട്ടാനോ ആരെങ്കിലും ചേർന്നുകൊണ്ട് കാര്യങ്ങൾ ആലോചിക്കാൻ അദ്ദേഹം ഉണ്ടോ? ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നത് എന്താ? ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നത് മുഴുവൻ മോഡി അമിത്ഷാ ഗവൺമെൻറ് എന്നാണ്. കാര്യങ്ങൾ അവർ രണ്ടുപേരല്ലാതെ വേറെ ആര് തീരുമാനിക്കുന്നു? അവിടെ ഏതെങ്കിലും നിലകൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ ജനാധിപത്യപരമായ നിലപാടോ പാർട്ടിക്കകത്ത് പോലുമില്ല. പിന്നെ ജനാധിപത്യത്തോട് സ്വീകരിക്കുന്ന നിലപാട് നമ്മുടെ രാജ്യം ഒരു ബഹുദേശീയ രാഷ്ട്രമാണെന്ന് അംഗീകരിക്കാൻ അദ്ദേഹം സന്നദ്ധമാണോ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഫെഡറലിസത്തെ ഇതുപോലെ വെല്ലുവിളിക്കാൻ അദ്ദേഹം മുന്നോട്ടേക്ക് വരില്ലല്ലോ. ഇപ്പോൾ ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റാണ്. അതിനെ ആ സ്റ്റേറ്റ് അല്ലാതാക്കിയിട്ട് കേന്ദ്രഭരണ പ്രദേശമാക്കിയത് ജനാധിപത്യ ബോധത്തിൻ്റെ ഭാഗമാണോ? 370 അനുച്ഛേദം റദ്ദ് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടാണോ? മണിപ്പൂരിനകത്ത് ഒരു മതവിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു മതവിഭാഗത്തെ അടിച്ചമർത്താൻ നിലപാട് സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണോ? ഇന്ത്യയിലുള്ള നിരവധി നേതാക്കന്മാരെ വില കൊടുത്ത് വാങ്ങുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണോ? ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ നിയമപരമായിട്ട് കൈക്കൂലി വാങ്ങാനുള്ള ഒരു നിയമനിർമ്മാണം ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ ഈ ലോകത്ത് ഏതെങ്കിലും പ്രധാനമന്ത്രി കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിരിക്കുന്നത് നരേന്ദ്രമോദിയല്ലേ. പിന്നെ ഇന്ത്യക്കകത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്കെല്ലാം ഇവിടെ നികുതി പിരിക്കാൻ വേണ്ടി കഴിയുന്ന നികുതി സംവിധാനം മാറ്റിയിട്ട് GST കൊണ്ടുവന്നു. ഇന്ത്യ ലോകത്താകത്തെ പ്രശസ്തമായിട്ടുള്ളതായിരുന്നു ഇന്ത്യയിലെ ആസൂത്രണ സമ്പ്രദായം. ആസൂത്രണ കമ്മീഷനാകെ തന്നെ പിരിച്ചുവിട്ടു. എന്നിട്ട് താൻ ചെയർമാനായിട്ടുള്ള നിതി ആയോഗിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഏതു കാര്യത്തിൽ ജനാധിപത്യ ബോധം പാർട്ടിക്കകത്തുണ്ടോ? ഗവൺമെൻറ്റിനകത്തുണ്ടോ? രാജ്യത്തിലെ പൊതുകാര്യങ്ങളിൽ നടപ്പിലാക്കുന്ന ജനാധിപത്യ ബോധമുണ്ടോ? ഒരു കാര്യങ്ങളുമില്ല. ഇവിടെ കർഷക ബില്ല് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ജനാധിപത്യ ബോധത്തിന് തരിമ്പെങ്കിലും ഉണ്ടെങ്കിൽ 370 ദിവസക്കാലം കിടന്നു കർഷകരുടെ അദ്ദേഹത്തിന് മൂക്കിരുതാണ് ഒരു തവണ തൻ്റെ മന്ത്രിയെ വിട്ട് അല്ലെങ്കിൽ തൻ്റെ ഉദ്യോഗസ്ഥനെ വിട്ട് അവരുമായി ചർച്ച ചെയ്തോ നരേന്ദ്രമോദി? ഇല്ലല്ലോ. 370 ദിവസക്കാലം കഴിയുമ്പോൾ അദ്ദേഹം ഏകപക്ഷീയം പ്രഖ്യാപിച്ചു, ഞാൻ നിയമങ്ങൾ പിൻവലിക്കുന്നു, കാരണം അതിന് വലിയ നിലക്ക് വില കൊടുക്കേണ്ടി വരും എന്ന് കണ്ടപ്പോൾ. ഇതാണോ ജനാധിപത്യ ബോധം? തൻ്റെ മൂക്കിന് താഴെ ഏതാണ്ട് 715 കൃഷിക്കാർ മരിച്ചു വീണ് 370 ദിവസക്കാലം സമരം നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ കർഷക സംഘടനകളോട് ഒന്ന് ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത ഒരാൾ ജനാധിപത്യവാദിയാണ് എന്ന് ആർക്കാ വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുമോ? അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും എന്താ ഇന്ത്യക്കകത്ത് നരേന്ദ്രമോദി നേരിട്ട അല്ലെങ്കിൽ BJP നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം കർഷകർ നടത്തിയിരിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ പല ഗ്രാമങ്ങളിലും BJP സ്ഥാനാർത്ഥികൾക്ക് എത്താനായില്ല. അവർക്ക് അവിടെ പോകാൻ പ്രവേശനമുണ്ടായില്ല. എന്തുകൊണ്ട്? കൃഷിക്കാർ തടഞ്ഞു. ഇപ്പോഴും അവർ ഈ പോരാട്ടം തുടരുകയല്ലേ. എന്തിനു വേണ്ടിയാ? നരേന്ദ്രമോദി ഗവൺമെൻറ് കൃഷിക്കാരുടെ സമരം അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് എഴുതി കൊടുത്തിട്ടുള്ള ഒത്തുതീർപ്പുണ്ട്. ആ വ്യവസ്ഥകൾ ഒന്നുപോലും നടപ്പിലാക്കാൻ നരേന്ദ്രമോദി ഉണ്ടോ? നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന് ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ആശയങ്ങൾ ജനാധിപത്യവുമായിട്ട് പുലബന്ധമില്ലാത്തവയാണ്. അത് RSSൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്വേച്ഛാധിപത്യ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് എല്ലാ പാർട്ടികളെയും ചേർത്ത് അവരെല്ലാം അഭിപ്രായങ്ങൾ കേട്ട് സമവായം ഉണ്ടാക്കി ഭരിക്കാൻ കഴിയുമെന്ന് നരേന്ദ്രമോദി അറിയുന്ന ആർക്കും തന്നെ വിശ്വസിക്കാനാവില്ല. അദ്ദേഹവും അതുപോലെ തന്നെ ആദിത്യ യാദവൊക്കെ തന്നെ RSSൻ്റെ നിലപാടുകൾ അംഗീകരിക്കുന്നവരാണ് രാഷ്ട്രീയ സാമൂഹിക രംഗത്താകെ. അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായിട്ടുള്ള അവർ യോജിപ്പിച്ച് കൊണ്ടുപോയി കളയാം എന്ന് അദ്ദേഹത്തെ അറിയുന്ന ആർക്കും തന്നെ ഒരു കാരണവശാലും കരുതാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ 23 കൊല്ലക്കാലം എങ്ങനെയാണോ അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിക്കുക. അത് നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രകാശൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയ നിരവധി വിഷയങ്ങളുണ്ട്. ഒന്ന്, താങ്കൾ നേരത്തെ പറഞ്ഞു കാർഷിക ബില്ലുകൾ പിൻവലിച്ചതുള്ള കാര്യം ഒരു നേരം ചർച്ചയ്ക്ക് പോയോ എന്നുള്ളതാണ്.
മാത്രമല്ല എന്തൊക്കെയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യരുതെന്ന് ആഗ്രഹിച്ചത് അതൊക്കെ തന്നെ ചർച്ച ചെയ്തു. കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്തു. അതുതന്നെയാണ് നിങ്ങൾക്കെതിരായ വോട്ടായി മാറുകയും ചെയ്തത്. പക്ഷേ വർഗീയത നിങ്ങൾ എവിടെ കാളിക്കത്തിക്കാൻ ശ്രമിച്ചോ അതൊന്നും യു പിയിലടക്കം വിലപ്പോയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അയോധ്യയിൽ വൻപിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കേണ്ടതായിരുന്നില്ലേ? നിലവിൽ നിങ്ങൾ എന്തൊക്കെയാണോ രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്യരുതെന്ന് പറഞ്ഞ് അത് കൃത്യമായി ചർച്ച ചെയ്തു. ഇപ്പോൾ പ്രകാശ് മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയ വിഷയം, ഒരു ജനാധിപത്യ ബോധമില്ലാത്ത ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെ ഈ സഖ്യകക്ഷികളെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനാകും എന്നുള്ളതാണ്. എവിടെയാണ് നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ ബാലപാഠം പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് മോദിക്കെതിരെ പ്രകാശ് മാസ്റ്റർ ചോദിച്ചത്. പ്രിന്റു, ജയചന്ദ്രൻ മാസ്റ്റർ ഇപ്പോൾ നിലവിൽ പ്രിന്റുവിലേക്ക് തിരികെ വരാം. നിലവിൽ വലിയ തരത്തിലുള്ള നമ്മൾ ചർച്ച തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും തിരികെ പോകേണ്ടി വരികയാണ്. കാരണം സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കമുള്ളവർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇന്നലെ സുരേഷ് ഗോപി ഏതോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണെന്ന് തോന്നുന്നു, ഞാൻ മന്ത്രിസഭയിലേക്ക് പോകാൻ സാധ്യതയില്ല, എനിക്ക് സിനിമ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. തൃശ്ശൂരിലെ ജനങ്ങൾ 4 ലക്ഷത്തോളം ഭൂരിപക്ഷം, 3.5 ലക്ഷത്തോളം ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ച 3 ലക്ഷം വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ഒരു ജനപ്രതിനിധി പറയുകയാണ് എനിക്ക് വോട്ട് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു ജനപ്രതിനിധി ആകേണ്ടിയിരുന്നയാൾ, ഒരുപക്ഷെ തിരുവനന്തപുരത്തുകാർ ഉറച്ച നിലപാടെടുത്തതിനെ തുടർന്ന് തോറ്റുപോയ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഞാൻ പാർട്ടി പൊതുപ്രവർത്തനം വിടുകയാണെന്നുള്ളത്. എന്താണ് ഇവരുടെ രാഷ്ട്രീയ ബോധം എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഗിമ്മിക്കുകളുമായി മോദി മുന്നോട്ട് പോവുകയാണ്. കൃത്യമായ രീതി, അതായത് രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാണ്, രാജീവ് ചന്ദ്രശേഖർ ജനപ്രതിനിധിയാകുന്നത് എങ്ങനെയാണ്, സുരേഷ് ഗോപി എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഗിമ്മിക്കുകളുമായി തന്നെയാണ് പോകാൻ ഉദ്ദേശമെങ്കിൽ ഇത് അധികകാലം നിലനിൽക്കുമോ എന്നുള്ള ചോദ്യം ഉയരുകയല്ലേ ജയചന്ദ്രൻ മാസ്റ്റർ? അല്ല, ഇതിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് കടന്നിട്ടില്ലല്ലോ സിജു. പക്ഷേ കഴിഞ്ഞൊരു ദിവസം ഞാൻ ചർച്ച ചെയ്തിരുന്നതാണ്, അതേ വിഷയം തന്നെ ചർച്ച ചെയ്തിരുന്നതാണ്. ഗവൺമെൻറ്റിന് ഇപ്പോഴത്തെ നിലയിൽ ജനങ്ങളുടെ മാൻഡേറ്റ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശ്രീ സേനാപതി വേണു തന്നെ പറഞ്ഞല്ലോ, മമതാ ബാനർജിയുടെ ഇന്നലത്തെ ആ അഭിപ്രായങ്ങൾ അത് വളരെ പ്രസക്തമായ കാര്യങ്ങളുമാണ്. അപ്പോൾ അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനേക്കാൾ ഉപരിയായി എല്ലാവരും ചിന്തിക്കുന്നത് ഈ 10 വർഷക്കാലം സ്വന്തം ഗവൺമെൻറ്റിൽ നയിച്ചിരുന്ന BJP ഗവൺമെൻറ് നയിച്ചിരുന്ന മോദി BJP മന്ത്രിമാർക്ക് പോലും ആക്സസബിളായിട്ടുള്ള അല്ലെങ്കിൽ ആൻസറബിളോ അക്കൗണ്ടബിളോ ആയിട്ടുള്ള ഒരു നേതാവായി നയിക്കുന്നയാളായി നിന്നിട്ടില്ല. അദ്ദേഹം അക്കൗണ്ടബിൾ ആയിരുന്നിട്ടുള്ളത്, ആൻസറബിൾ ആയിരുന്നിട്ടുള്ളത് അമിത്ഷായോടും സർസംഘചാലക്കായിട്ടുള്ള മോഹൻ ഭാഗവതിനോട് മാത്രമാണ്. അതാണ് കഴിഞ്ഞ 10 വർഷക്കാലം കണ്ടതെന്ന് നിരവധിയായ വിശദീകരണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഇതിനകം തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാളൊരു മുന്നണിയെ നയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇപ്പോൾ മന്ത്രിമാരാവുന്നത്. ഇപ്പം നേരത്തെ തന്നെ 2022 നവംബറിൽ ചേർന്ന BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് കേരളത്തിൽ BJPക്ക് വിജയിക്കണമെങ്കിൽ മറികടക്കേണ്ടത് കോൺഗ്രസിനെയല്ല എന്നും CPMനെയാണ് മറികടക്കേണ്ടതെന്ന് പ്രമേയം പാസ്സാക്കുന്നുണ്ട് 2022 നാഷണൽ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ BJPയുടെ. അതിനനുസരിച്ചുള്ള വർക്കാണ് അവർ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നടത്താൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ തൃശ്ശൂർ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ 11 മണ്ഡലങ്ങളിലാണല്ലോ, പ്രത്യേകിച്ച് CPM മണ്ഡലങ്ങളിലാണല്ലോ ഈ CPM മണ്ഡലങ്ങൾ പിന്നോട്ട് പോയിട്ടുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ. പക്ഷേ അവിടെയൊക്കെ ആരാണ് മുമ്പോട്ട് വന്ന് ഈ ഏറ്റവും മുമ്പോട്ട് ഈ വരുമ്പോൾ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുള്ള ആരുടെയാണ്? കോൺഗ്രസിൻ്റെയാണ്. അതിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് വേവലാതിയില്ല. പക്ഷേ സന്തോഷം എവിടെയാണെന്നറിയാമോ? CPMൻ്റെ 11 സീറ്റുകളിലാണല്ലോ ഇത് പ്രശ്നമുണ്ടാക്കിയത് എന്നുള്ളിടത്താണ് സന്തോഷം. ആ സന്തോഷത്തിൻ്റെ അകത്ത് അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ സ്വന്തം വോട്ടുകളാണെന്നും അത് പോകുന്നത് BJPയിലേക്കാണ് എന്നുള്ളൊരു പ്രശ്നം. അത് ആ പാർട്ടിയുടെ പ്രശ്നമാണ്, ഞാനതിലേക്കല്ല വരുന്നത്. പക്ഷേ ഇവിടെ ഈ 75,000-ഓളം വോട്ട് വാങ്ങി സുരേഷ് ഗോപി ജയിക്കുമ്പോൾ അത് വലിയ തോതിൽ LDF വോട്ടുകളെ ബാധിച്ചിട്ടുണ്ട് എന്നൊരു വാദഗതി പ്രധാനമായിട്ടും ഉയർന്നു വരുമ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സുരേഷ് ഗോപി എന്ന പുതിയ MP അവരുടെ പുതിയ കേന്ദ്രമന്ത്രി തന്നെ
പരസ്യമായി ഒരു മാധ്യമത്തോട് കൊടുക്കുന്ന അഭിമുഖത്തിൽ തന്നെ വെളിപ്പെടുത്തുകയാണ് അത് രാഷ്ട്രീയ വോട്ടായിരുന്നില്ല, അത് അരാഷ്ട്രീയ വോട്ടാണ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന നേതൃബിംബം സിനിമാ നടൻ, ആ സിനിമാ നടൻ്റെയും അദ്ദേഹത്തിൻ്റെ ബിംബവൽക്കരണത്തിൻ്റെയും ഭാഗമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു എന്താണ് പറയുന്നത്, ഒരു അഭിനിവേശം, അങ്ങനെ അതിൽ നിന്നുണ്ടായിട്ടുള്ള വിജയം, അതാണ് തൃശ്ശൂരെ വിജയം എന്ന് പറയുന്നത്. ജയിച്ച് കേന്ദ്രമന്ത്രിയായ അതേ വ്യക്തി തന്നെയാണെന്നേ സിജു. അതല്ലേ നമ്മൾ കൂടുതൽ ഗൗരവമായി എടുക്കേണ്ടത്. അതിനെ BJP എത്ര കണ്ട് പുകഴ്ത്താനും ഉയർത്തിക്കാട്ടാനും അദ്ദേഹത്തെ എത്ര വലിയ പദവി കൊടുത്ത് അലങ്കരിച്ചിരുത്തിയാലും ശരി, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് മുന്നിൽ മുഴങ്ങി കേൾക്കുകയാണല്ലോ എപ്പോഴും. അതാണ് കാര്യം. BJP എന്താണ് കേരളത്തിൽ നടപ്പാക്കാൻ തുടങ്ങുന്നത്? ഉത്തരേന്ത്യയിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞ മറ്റൊരു വികാരം, അതിനെ സാമുദായിക വികാരമായിട്ട് രൂപപ്പെടുത്താൻ വേണ്ടിയാവാം സുരേഷ് ഗോപി എന്ന ഹിന്ദുവിനെയും ജോർജ് കുര്യൻ എന്ന ക്രിസ്ത്യാനിയെയും ഒരേ സമയം മൂന്നാമത്തെ മോദി മന്ത്രിസഭയിലേക്ക് എടുക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ജനങ്ങൾ, കേരളീയ ജനതയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെയാണ് മണിപ്പൂരിലെ 2 MP-മാർ ആരുടെയാണ് എന്നുള്ള ചോദ്യം ഉയരുന്നത്. അത് BJPയുടെ അല്ല, അത് കോൺഗ്രസിൻ്റെ ആണല്ലോ. കോൺഗ്രസിൻ്റെ MP-മാരാണ് മണിപ്പൂരിലെ വോട്ടർമാർ വോട്ട് നൽകി വിജയിപ്പിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ അർത്ഥം BJP എന്ന രാഷ്ട്രീയ കക്ഷി മണിപ്പൂരിൽ ചെയ്തു വെച്ചിട്ടുള്ള, പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം 2023 മെയ് മാസം 3-ാം തീയതിക്ക് ശേഷം അവിടെ നടപ്പാക്കിയിട്ടുള്ള നരഹത്യകളടക്കമുള്ള കൊടും ക്രൂരതകൾ, അത് ആ ജനത അപ്പാടെ തള്ളിക്കളഞ്ഞു. ആ ജനത ഏതാണ്? ക്രൈസ്തവ ജനതയാണല്ലോ. അത് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയുകയുമില്ലല്ലോ. ആ ക്രൈസ്തവ ജനതയെ തന്നെ പ്രതിനിധീകരിക്കുന്ന ആളാണല്ലോ ജോർജ് കുര്യൻ. ജോർജ് കുര്യൻ എന്ന് പറയുന്ന അരമനയുടെ ആളാണ് എന്നാണ് മാധ്യമങ്ങൾ ഇന്ന് ചാനലുകളൊക്കെ നൽകുന്ന വ്യാഖ്യാനം. നാളെ അച്ചടി മാധ്യമങ്ങളിലും അത് കണ്ടേക്കാം. ഈ ഇങ്ങനെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ ആളായിട്ടാണ് ജോർജ് കുര്യൻ വരുന്നതെങ്കിൽ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കാര്യം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണല്ലോ ആദ്യം ഏതൊരു ക്രൈസ്തവനും സ്വാഭാവികമായും ചിന്തിക്കുകയും അതനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കുകയും ചെയ്യുക. അതാണല്ലോ ഒന്നാമത്തെ കാര്യം. മണിപ്പൂരിലെ ജനത ഇങ്ങനെ വിധി എഴുതിയപ്പോൾ എങ്ങനെയാണ് നമുക്ക് നാളെ ഇവരെ വിശ്വസിച്ച് ചെയ്യാൻ കഴിയുക? 1. 2, സുരേഷ് ഗോപി തന്നെ പറയുന്നു രാഷ്ട്രീയമായല്ല വോട്ട് ചെയ്തത്, ജനങ്ങൾ വോട്ട് ചെയ്തത് അരാഷ്ട്രീയമായിട്ടാണ്, തന്നെ കണ്ടിട്ടാണ് വോട്ട് ചെയ്തത്. അതിൻ്റെ പേരിലാണ് ഇത്രയും വോട്ട് വന്നത്. ക്രൈസ്തവരുടെ ഒരുപാട് വോട്ട് തൃശ്ശൂർ കിട്ടിയെന്നാണ് വ്യാഖ്യാനം ചമയ്ക്കുന്നത്. കിട്ടിയിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം. ഞാൻ ഈ ജാതി തിരിച്ച് കണക്കെടുക്കുന്ന സമ്പ്രദായം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ വോട്ടിംഗ് ശതമാനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ജാതി തിരിച്ച് എങ്ങനെയാണ് ഓരോരുത്തരുടെയും വോട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് എന്നുള്ള സൂത്രവാക്യം എനിക്ക് ഇനിയും മനസ്സിലാകാത്തൊരു പൗരനാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ BJP അങ്ങനെ തീരുമാനിക്കുമ്പോൾ അവഗണിക്കപ്പെടുന്ന വേറൊരു വിഭാഗം ഉണ്ടെന്നുള്ളത് പ്രത്യേകം പ്രസ്താവിക്കണമല്ലോ. അതുകൂടെ പറയാതെ ഈ ചർച്ചയിൽ ആ ഭാഗം പറഞ്ഞു നിർത്താൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ക്രൈസ്തവരെ വേണം ന്യൂനപക്ഷം എന്നുള്ള നിലയ്ക്ക്, ഹൈന്ദവരെ വേണം ഭൂരിപക്ഷം എന്നുള്ള നിലയ്ക്ക്, പക്ഷേ മുസ്ലിങ്ങളെ വേണ്ടേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർത്തേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ഒരു ചോദ്യം കൂടെ ഞാൻ ഉയർത്തുകയാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് കേരളത്തിൽ ഒരു മന്ത്രി മോദി മന്ത്രിസഭയിൽ ഇല്ലാത്തത്? അവിടെ ആളില്ലാഞ്ഞിട്ടല്ലോ. കണ്ണൂര് ആദ്യ കോൺഗ്രസുകാരനുമായ ആളുണ്ടല്ലോ ഇപ്പോഴും BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി. കഴിഞ്ഞ മന്ത്രിസഭയിൽ പോലും ഒരു മുസ്ലിം മന്ത്രി ഇല്ല. പിന്നീടാണല്ലോ ഇത്തവണ ഇവിടെ വരുമ്പോൾ കേരളത്തിലല്ല രാജ്യത്ത് മന്ത്രിസഭയിലല്ല സിജു, മന്ത്രിസഭയിലല്ല, പാർലമെന്റിൽ പോലും ഇല്ല. അല്ല ബിജു, സിജു, പാർലമെന്റ് രാജ്യസഭയിലോ ലോക്സഭയിലോ 2ാം മോദി മന്ത്രിസഭയിൽ രണ്ടാമത്തെ, അതായത് 17ാം പാർലമെന്റിൽ BJPയുടേതായി രാജ്യസഭയിലോ ലോക്സഭയിലോ ഒരു മുസ്ലിം പ്രതിനിധി ഇല്ല. അതാണ് വസ്തുത, സത്യം. അതാണല്ലോ അവതരിപ്പിച്ച വിഷയം വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ പ്രിന്റു ഈ ചോദ്യം എം ജയചന്ദ്രൻ ഉന്നയിച്ച ചോദ്യങ്ങൾ, ഒന്ന്, മണിപ്പൂരിൽ നിങ്ങളെയല്ല തിരഞ്ഞെടുത്തത്. ഒപ്പം തന്നെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ പോകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരെ തന്നെ തിരഞ്ഞെടുക്കുന്നു? നിങ്ങൾക്കൊരു മുസ്ലിം ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്ത് മന്ത്രിയാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതെന്ത്? നിങ്ങളിപ്പോഴും പഴയ ശ്രീകാലതന്ത്രം തന്നെ. നിങ്ങൾ മണിപ്പൂരിൽ ക്രൈസ്തവരെ വേട്ടയാടുകയും ഇവിടെ വന്ന് ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്ന ആ തന്ത്രം ഇവിടെ വീണ്ടും ഈ 3ാം മന്ത്രി മോദിയുടെ കാലത്തും തുടരാൻ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിലുള്ള സംസ്ഥാന നേതാക്കളെയൊക്കെ എവിടെയാണ് എങ്ങനെയാണ് പരിഗണിക്കാൻ പോകുന്നൊരു ചോദ്യം അത് പിന്നീട് വരുന്നതാണ്. പക്ഷേ ഈ എം ജയചന്ദ്രൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രിന്റു,
സിജു സാറേ, ഇവിടെ നമ്മളെ പ്രകാശൻ മാഷും ജയേന്ദ്ര മാഷും ഒക്കെ പറഞ്ഞ ഈ വർഗീയ കുതന്ത്രങ്ങൾ ഈ ഇലക്ഷനകത്ത് കൃത്യമായിട്ട് പ്രയോഗിച്ച പ്രസ്ഥാനങ്ങളൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റൊന്ന് ഇന്ത്യ സഖ്യമാണ്. നിങ്ങൾ ജാതി സെൻസസിന്റെ പേര് ജാതീയപരമായി ഹിന്ദുവിന്റെ വോട്ട് ബാങ്കിനെ തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചു. 2 CAയുടെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം വോട്ട് ബാങ്കിനെ നിങ്ങൾ കോർ വോട്ട് അതൊരു പ്രശ്നമല്ല. ജാതി സെൻസസ് എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് ബാങ്ക് തകർക്കലാണോ എന്ന് എനിക്കറിയില്ല. ഈ ഇന്ത്യ മഹാ അല്ല ഞാൻ പറയട്ടെ സാർ, ഞാൻ പറയട്ടെ അല്ല ഇതിനെല്ലാം തകർത്തുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ എങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിച്ചാലും 240 സീറ്റുകൾ നേടിയ പ്രസ്ഥാനമാണ് BJP. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് 240 സീറ്റില്ല സാർ. പിന്നെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര സീറ്റുണ്ട്? പ്രകാശ് മാഷ് ഈ ആഗോള പ്രശ്നങ്ങളും കർഷക പ്രശ്നങ്ങളും പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ കർഷകരുടെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ മഹാരാജ്യത്ത് എത്ര സീറ്റുണ്ട്? ആലത്തിയുള്ള സ്ഥാനാർത്ഥി മോശമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനപ്പുറത്ത് നമ്മുടെ ഈ മന്ത്രി നമ്മുടെ രാധാകൃഷ്ണൻ അടക്കം തോൽക്കേണ്ട സാഹചര്യമുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളെ എന്തുകൊണ്ട് BJPയിൽ MP-മാരുണ്ട്? ഞങ്ങൾ സാർ മലപ്പുറത്ത് അബ്ദുൽസലാമിനെ നിർത്തിയിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് അബ്ദുൽസലാമിനെ നിർത്തിയിരുന്നു. അവിടുത്തെ മുസ്ലിം ജനത അദ്ദേഹത്തെ വിജയിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനല്ലേ ഞങ്ങൾ മന്ത്രിയാക്കുക? അത് ചെയ്തില്ലല്ലോ. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 70% ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ നിർത്തി. മുസ്ലിം സമുദായം ഞങ്ങൾക്ക് അംഗീകാരം തന്നില്ല എന്നാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള MP-മാരോ? അല്ലാതെ ഞങ്ങൾ കുറ്റാണോ അത്? അതേസമയത്ത് തൃശ്ശൂരിൽ എന്തുകൊണ്ടാണ് ജോർജ് കുര്യൻ വന്നതെന്ന് നേരത്തെ ജയചന്ദ്ര സാർ പറഞ്ഞു. അരമനയുടെ ആളാണെന്ന്. അങ്ങനെ ഒരു അരമനയുടെ ആളല്ല. BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഒന്നുമല്ലാത്ത കാലത്ത് 50 വർഷങ്ങൾക്ക് അപ്പുറത്ത് BJPയുടെ കൊടി പിടിച്ച് അതിന് വേർപ്പൊഴുക്കി ആളാണ് ഈ പറയുന്ന ഈ ജോർജ് കുര്യൻ. അല്ലാതെ ജോർജ് കുര്യനെ നിങ്ങൾ അങ്ങനെ അരമനയുടെ ആളാക്കൊന്നും വേണ്ട. BJP എന്ന പ്രസ്ഥാനത്തിന്റെ ആശയവും അതോടൊപ്പം തന്നെ അതിനോടുള്ള കമ്മിറ്റ്മെന്റും ഉള്ള ഒരാളാണ് അദ്ദേഹം ഒഴുക്കി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വിയർപ്പൊഴും അതിന്റെ ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം. അതിന് നിങ്ങൾ ലാഘവത്തോടു കൂടി കാണിക്കേണ്ട. ഞങ്ങൾ അഭിമാനിക്കുന്ന ഒരു പക്ഷേ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെക്കാൾ ഉപരി BJPയുടെ പ്രവർത്തകർ എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്ന കാര്യം ഒരു സംശയം വേണ്ട. ജോർജ് കുര്യൻ എന്ന് പറയുന്ന BJP പ്രവർത്തകന്, കേരളത്തിലെ പ്രവർത്തകന്, ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള പ്രവർത്തകന്, ഒരു കാലഘട്ടത്തിൽ BJP ഒന്നുമല്ലാത്ത സമയത്തും BJPയുടെ കൂടെ നിന്നിട്ടുള്ള ഞങ്ങളുടെ സഹോദരന് മന്ത്രിസ്ഥാനം കിട്ടും ഞങ്ങൾ അഭിമാനിക്കുകയാണ്. അതിൽ അരമനയുടെ ആളായിട്ടൊന്നും അദ്ദേഹത്തിന് നിങ്ങൾ കാണേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജാതീയപരമായിട്ടുള്ള സമവാക്യങ്ങളായിക്കോട്ടെ, മതപരമായ സമവാക്യങ്ങൾ, എല്ലാ സമവാക്യങ്ങളെയും കൃത്യമായിട്ട് കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ രണ്ടുപേരെ കൊടുത്തിട്ടുള്ളത്. അത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പാർലമെന്റിൽ ജയിച്ചൊരു പ്രതിനിധി, BJPയുടെ താമര ചിഹ്നത്തിൽ ജയിച്ചിട്ടുള്ള പ്രതിനിധി എന്ന രീതിയിൽ സുരേഷ് ഗോപി മന്ത്രിയാകുന്നു. അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവ സമൂഹം ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയാ? തൃശ്ശൂരിൽ BJPക്ക് സുരേഷ് ഗോപിക്ക് 75,000 ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഒരു സംശയം വേണ്ട. 1 ലക്ഷത്തോളം ക്രൈസ്തവ വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള രാഷ്ട്രീയത്തിന്റെ ഘടന മാറാൻ പോവാണ്. നേരത്തെ പ്രകാശ് മാഷ് പറഞ്ഞ പോലെ അത് ഞങ്ങളിങ്ങനെ മാറ്റുന്ന ഘടനയൊന്നുമല്ല സാർ. ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു ഘടനയാണ്. ആ ഘടനയാണ് 38 ലക്ഷം വോട്ടിലേക്ക് BJP മാറിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ കേരളത്തിലെ പൊതുഘടന ഇന്ത്യ മഹാരാജ്യത്ത് UP പിടിച്ചാലാണ് ഇന്ത്യ പിടിക്കുന്നുണ്ട്. UP പിടിച്ചില്ലെങ്കിലും ഇന്ത്യ ഭരിക്കാൻ പറ്റുമെന്നുള്ള മറ്റൊരു രാഷ്ട്രീയ ഘടന കൂടി ഞങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒറീസ, നിങ്ങളുടെ ഒറീസയുടെ വിജയത്തെ നിങ്ങൾ ലാഘവത്തോടു കൂടി കാണുന്നത്. ഞങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞങ്ങളെക്കാൾ കൂടുതൽ MP-മാരും ഞങ്ങളെക്കാൾ സ്വാധീനം ഉണ്ടായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താ? അതേസമയത്ത് BJPയുടെ അവസ്ഥ എന്താണ്? കാശ്മീർ മുതൽ കേരളം വരെ സീറ്റുള്ള ഒരേ ഒരു പ്രസ്ഥാനം BJP-യാണ്. നിങ്ങൾ ഗുജറാത്ത് മുതൽ ഒറീസ വരെ സീറ്റുള്ള ഒരേ ഒരു പ്രസ്ഥാനം BJP-യാണ്. താങ്കൾ ഉന്നയിച്ചത് ചോദ്യങ്ങൾ വളരെ, എനിക്ക് തോന്നുന്നു പ്രകാശ് മാസ്റ്റർക്ക് മറുപടി പറയാമെന്നത്. ആദ്യം പ്രിന്റു മഹാദേവ് ഉന്നയിച്ചത് ഇവിടെ ജാതീയതയും വർഗീയതയും കളിക്കുന്നത് CPM കോൺഗ്രസും ആണെന്നുള്ള തരത്തിലാണ് പ്രിന്റു മഹാദേവ് പറഞ്ഞത്. മാത്രമല്ല ഈ കാശ്മീർ മുതൽ ഇനി കന്യാകുമാരി വരെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള പാർട്ടിയും BJP ആണെന്നുള്ളതാണ്. അതിന് ഉത്തരേന്ത്യ ഇല്ലെങ്കിൽ പോലും അവർക്ക് ഭരണത്തിലേറാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രിന്റു മഹാദേവ് പറഞ്ഞതിനെ എങ്ങനെയാണ് താങ്കൾ വ്യാഖ്യാനിക്കുന്നത് പ്രകാശൻ മാസ്റ്റർ? ഇതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണക്കാർ പ്രത്യേക മതക്കാരാണ് എന്ന് ഒരു പ്രധാനമന്ത്രി പറയും എന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നമ്മൾ കേട്ടല്ലോ. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സമ്പത്തെല്ലാം ഇവിടെ കടന്നു വരുന്ന ആളുകൾക്കും അതുപോലെ ഏറ്റവും കൂടുതൽ മക്കളുണ്ടാക്കുന്നവർക്കും കൊടുക്കും എന്ന് ഒരു പ്രധാനമന്ത്രി നേരിട്ട് പറയുന്ന ഒരു കാര്യം സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയുമോ? പക്ഷെ നമ്മൾ കേട്ടല്ലോ, ഇവിടെ പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ വോട്ട് ചോദിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? അയോധ്യയിൽ രാമൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്ത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ മൊഴിചൊല്ലലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക മതത്തെ അവർ ക്രിമിനൽ കുറ്റമാണ് എന്ന് നിയമം കൊണ്ടുവരുന്ന ഒരു പ്രധാനമന്ത്രി, ഒരു ഗവൺമെൻറ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മുസ്ലിം ഭൂരിപക്ഷം എന്നുള്ള ഒരു സ്റ്റേറ്റ് അത് ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സംസ്ഥാനമാകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ഹിന്ദു വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ വേട്ടയാടാൻ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം ഉപയോഗിച്ച ഒരു കാലം
എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ബുൾഡോസർ ഉപയോഗിച്ച് ഒരു പ്രത്യേക മതക്കാരെ ആട്ടി ഓടിക്കുന്ന ഒരു നില ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് അദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് വർഗീയതയേ ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയിൽ BJPക്കെതിരായിട്ട് എഴുതി, എന്തിന് അഭിപ്രായം രേഖപ്പെടുത്തി. എന്തുകൊണ്ട്? ഇന്ത്യ ഒരു ഏകമത രാഷ്ട്രമാകുന്നു എന്നുള്ളൊരു പേരിലാണ്. ഹിന്ദുക്കൾ ഒഴിച്ച് മറ്റാരും തന്നെ ഇന്ത്യക്കാരല്ല എന്ന് പറഞ്ഞ് വിവക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു നിലയെടുത്തത് അത് വർഗീയവാദമല്ലാതെ മറ്റെന്താണ് അതിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയുക? പിന്നെ കർഷക സമരം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അമ്രാർ റഹ്മാനെ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ് ഈ കർഷക സമരത്തിൻ്റെ നായകൻ. 300 ദിവസക്കാലം സമരത്തിലുണ്ടായ ആൾ. രാജസ്ഥാനിൽ അദ്ദേഹം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ഇവിടെ കർഷക സമരത്തിന് നേരെ പിന്നെ വാഹനം ഓടിച്ചിട്ട് 5 പേരെ കൊന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, അജയ് സിംഗ്. അദ്ദേഹത്തിന്റെ മകനാണല്ലോ കാര്യം ആസൂത്രണം ചെയ്തത്. അദ്ദേഹം എത്ര ധൈര്യമായിട്ടാണ് പരാജയപ്പെട്ടതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ആയിക്കോട്ടെ ഞാൻ ചോദിക്കട്ടെ, ആയിക്കോട്ടെ നിങ്ങൾ പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങൾ പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ എന്താ നിങ്ങൾക്ക് പറ്റിയത്? കേരളത്തിൽ നിങ്ങൾ ഇതൊക്കെ ഇവിടെ കേരളത്തെ കുറിച്ച് ഞാൻ പറയാം. അത് ഞാൻ പറയാം. കേരളത്തിൽ ഞാൻ പറയാം, മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും UP-യിലും പഞ്ചാബിലും എന്താ നിങ്ങൾ മുന്നോട്ടേക്ക് പോയത്? ഒരു സംശയം വേണ്ട, സമരാഗ്നിയാണ്, കൃഷിക്കാരുടെ രോഷപ്രകടനമാണ്. നിങ്ങൾ പല ആളുകൾക്ക് ഇവിടെ മണ്ഡലത്ത് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 84 ശതമാനമുള്ള 40 കൊല്ലക്കാലം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുക്കുക, 11 തെരഞ്ഞെടുപ്പ് നടന്നു. എത്ര ഞങ്ങൾക്ക് അധിക സീറ്റ് കിട്ടിയിരിക്കുന്നത്? ഒരു സീറ്റും കിട്ടാത്ത കാലമുണ്ടല്ലോ. 77-ൽ ഞങ്ങൾക്ക് എത്ര സീറ്റ്? ഒരു സീറ്റും ഇല്ലല്ലോ. ഒരു സീറ്റ് കിട്ടിയിട്ടുള്ള കാലമുണ്ടല്ലോ. ഇപ്പോൾ 79-ൽ അല്ല, കഴിഞ്ഞ 2019-ൽ ഞങ്ങൾക്ക് എത്ര സീറ്റ്? ഒരു സീറ്റ്. അത് കഴിഞ്ഞ് എത്ര മാസം കഴിഞ്ഞിട്ടാ നമ്മുടെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തൂത്തുവാരിയില്ലേ? അതിന് ചേർന്നമല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ്? കേരളത്തിലെ ചരിത്രത്തിൽ ഏറ്റവും ഏറെ വോട്ട്, ഏറ്റവും ഏറെ സീറ്റ് പിണറായി വിജയന് 2ാം ഊഴം 2021 തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഞങ്ങളുടെ വോട്ടിൻ്റെ ഒരു നിലയിലൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ വോട്ടാണ് യഥാർത്ഥത്തിൽ പല സ്ഥലങ്ങളിൽ കുറഞ്ഞു പോയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്താകെ പരിശോധിക്കുമ്പോൾ 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പിനേക്കാൾ 10 ലക്ഷം വോട്ടിന്റെ കുറവുണ്ട് മാഷേ. 10 ലക്ഷം വോട്ടിന്റെ കുറവുണ്ട്. 10 ലക്ഷം വോട്ടിന്റെ കുറവുണ്ട് നിങ്ങൾക്ക്. 2019 സീറ്റ് ഓക്കെ, പക്ഷേ 2019 നിങ്ങളുടെ സീറ്റ് വോട്ട് നിങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ 10 ലക്ഷത്തിന് കുറവുണ്ട് നിങ്ങൾക്ക്. ആ കണക്ക് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അല്ല, ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ തന്നെ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് കോൺഗ്രസ് പ്രകാശൻ മാസ്റ്റർ അവതരിപ്പിച്ചതായാലും പ്രിന്റ് അവതരിപ്പിച്ചാലും ഒരു പ്രശ്നം. കോൺഗ്രസ് ഈ BJPയുടെ 38 ലക്ഷം വോട്ടിന്റെ കണക്ക് പറയുന്നുണ്ടല്ലോ. ഈ 38 ലക്ഷം വോട്ടും ഒപ്പം തന്നെ കേരളത്തിലെ വിജയത്തെ സംബന്ധിച്ച് കോൺഗ്രസ് വലിയ തരത്തിൽ വീമ്പിളക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന് കിട്ടിയ വോട്ടാണ്. പക്ഷേ ഈ 38 ലക്ഷം വോട്ട് എങ്ങനെ വന്നു ശ്രീ സേനാപതി വേണു BJPക്ക്? അല്ല, അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മൾ പരിശോധിക്കണം. ഇവിടെ കോൺഗ്രസിന്റെ 10 സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത്, UDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് 1 ലക്ഷം വോട്ടിന്റെ കൂടുതലാണ്. 3 സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഞങ്ങളുടെ ഭൂരിപക്ഷം. അപ്പൊ ഇത്രയും തിളക്കമാർന്ന ഒരു വിജയമാണ് കേരളത്തിൽ UDFന് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ വളരെ ലാഘവത്തോടെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല. ഇവിടെ 11 സീറ്റിൽ BJP അസംബ്ലി സീറ്റുകളിൽ 1ാം സ്ഥാനത്തും 8 സീറ്റുകളിൽ അവർ 2ാം സ്ഥാനത്തും വന്നിരിക്കുന്നത് മുഴുവൻ, ഞാനിപ്പം ഒരു ഇടതുപക്ഷവുമായിട്ടൊരു ഒരു തർക്കത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അത് മുഴുവൻ CPMന്റെ MLA-മാർ ഇരിക്കുന്ന അല്ലെങ്കിൽ അവർ വിജയിച്ചിട്ടുള്ള സീറ്റുകൾ എന്നുള്ളതാണ്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം നമ്മൾ ഈ ചർച്ചയുടെ ആമുഖമായിട്ട് തന്നെ അങ്ങ് തുടങ്ങി വെച്ചത് ഈ ജോർജ് കുര്യന്റെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെയും മന്ത്രിസ്ഥാനം കേരളത്തിലെ BJPയിലെ നേതാക്കന്മാർക്ക് ആർക്കുള്ള മുന്നറിയിപ്പാണ് എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട. ജോർജ് കുര്യന്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ ജയചന്ദ്രൻ മാഷും അതുപോലെ തന്നെ പ്രകാശൻ മാഷും സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക വിഭാഗത്തെ ഇനിയിപ്പോൾ കയ്യിലെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിനുപരിയായി
BJP-യിലെ നേതാക്കൾക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അതായത് കുമ്മനം രാജശേഖരൻ മുതൽ ഇവരുടെ ഒരുപാട് നേതാക്കന്മാർ, പരിണിതപ്രജ്ഞരായിട്ടുള്ള എത്രയോ നേതാക്കന്മാർ, ഇപ്പൊ മുരളീധരനുണ്ട്, കൃഷ്ണദാസ് ഉണ്ട്, CK പത്മനാഭനുണ്ട്, കുമ്മനമുണ്ട്, MT രമേശ് ഉണ്ട്, സുരേന്ദ്രനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്. ഒന്ന് ഇടപെടാൻ പറ്റുമോ? അല്ല, ഒരു സെക്കൻഡ് അദ്ദേഹം പറഞ്ഞു കേട്ടെ, സേനാപതിയോട് പറഞ്ഞു കേട്ടെ, വിഷയം അവതരിപ്പിച്ചതിന് ശേഷം സംസാരിക്കാം. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ BJP ആരെ മന്ത്രിയാക്കണം എന്നുള്ളതൊക്കെ BJP തീരുമാനിക്കും. അതൊക്കെ നിങ്ങളുടെ പ്രൊറോഗേറ്റീവ്, അത് നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷേ ഞങ്ങൾ പുറത്തു നിൽക്കുന്നവരും നിങ്ങളുടെ പാർട്ടിയെ വിമർശിക്കുന്നവരുമായ ഞങ്ങൾ ചോദിക്കുന്ന BJP-യുടെ പരിണിതപ്രജ്ഞരായ സംസ്ഥാനത്തെ എല്ലാ നേതാക്കന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ട് ശ്രീ ജോർജ് കുര്യന് കൊടുത്തിരിക്കുന്ന മന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ BJP നേതാക്കൾക്കുള്ള താക്കീതാണ്. അത് വേറൊരാൾക്കുള്ള താക്കീതല്ല, അല്ലെങ്കിൽ മറ്റാരെക്കുമില്ല. പിന്നെ അതിലൂടെ ഒരു ന്യൂനപക്ഷ പ്രീണനവും കൂടി അവർക്ക് കഴിയും എന്നുള്ളത്. പിന്നെ ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിച്ചോളാം. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റും കൂടെ എനിക്ക് തന്നേച്ചാൽ മതി. ഒരു മിനിറ്റും കൂടെ. ഒന്ന്, എന്തുകൊണ്ട് വയനാട്ടിൽ ശ്രീ രാഹുൽ ഗാന്ധി രാജിവെക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഒഴിയുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഇപ്പോ 82-ലെ തെരഞ്ഞെടുപ്പിൽ ലീഡർ ശ്രീ K കരുണാകരൻ നേമത്തും മാളയിലും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, ശ്രീ വാജ്പേയി ഉൾപ്പെടെ, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും 2 സീറ്റിൽ മത്സരിച്ചു. അത് രാഷ്ട്രീയ സാഹചര്യമാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുഗുണമായി ഇപ്പൊ പ്രകാശ് മാസ്റ്റർ അറിയാം, ഇല്ലെങ്കിൽ ഷിജുവിനും അറിയാം, 96-ലെ തെരഞ്ഞെടുപ്പിൽ സഖാവ് നയനാര് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയല്ല, തൃക്കരിപ്പൂരാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾ പറഞ്ഞ ഞാൻ ഇടപെടുകയാണ് ശ്രീ സേനാപതി വേണു. അങ്ങനെ ലാഘവത്തോടെ പറഞ്ഞു കഴിയാവുന്നതായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ രാജ്യം ഇന്ത്യ നിലനിൽക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നപ്പോഴാണ് കോൺഗ്രസിന് മുന്നിൽ നിർത്തി ഇന്ത്യ സഖ്യം രൂപം കൊടുക്കുന്നത്. അവിടെ ആർജവം വേണ്ടിയിരുന്നില്ലേ രാഹുൽ ഗാന്ധിക്ക്? ഞാനിതാ ഇവിടെ നിന്ന് BJP നേരിടുന്നു, അതിന് പകരം എന്തിനാണ് കേരളത്തിൽ? ആ ചോദ്യങ്ങളും ചർച്ചയൊക്കെ വലിയ വിഷയം ഇനി ദിവസങ്ങൾ വരും. അതവിടെ നിൽക്കട്ടെ, താങ്കൾ പറഞ്ഞ വിഷയം അതിലേക്ക് വരും, മറ്റു വിഷയങ്ങളിലേക്ക്. അല്ല, ലാഘവത്തോടെ കളയരുതെന്ന് ഞാൻ പറഞ്ഞത്. അതൊരു നിസ്സാര വിഷയമായിട്ട്, ചെറിയ രാഷ്ട്രീയ വിഷയമായിട്ട് കാണരുത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നേരിടേണ്ടിയിരുന്ന ചോദ്യവും രാഹുൽ ഗാന്ധി എടുക്കേണ്ട നിലപാടും അത് തന്നെയായിരുന്നു. അത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. അത് പിന്നീട് ഷിജു, അത് രാഷ്ട്രീയത്തിലെ സ്ട്രാറ്റജിയാണ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. നമുക്ക് തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ വിജയിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആ പരമാവധി സീറ്റുകൾ വിജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം അത് ദക്ഷിണേന്ത്യയിലും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലും ഉരുത്തിരിഞ്ഞു വരണമെങ്കിൽ ഞങ്ങൾക്ക് ചില ഈ നിലപാടുകൾ ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. അതിപ്പോ എന്തായാലും രാജസ്ഥാനിലെ KC വേണുഗോപാലിന് പകരം ഒരു MP അവിടെ വരുന്നുണ്ട്. ട്രോളുകളൊക്കെ വരുന്ന K സുരേന്ദ്രൻ വരുമെന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് വരുന്നത്. അതും അവിടെ നിൽക്കട്ടെ. ഏതായാലും അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്ത നിലപാടൊക്കെ നമ്മൾ ഇനിയും വലിയ തരത്തിൽ ചർച്ച ചെയ്യേണ്ടതുമാണ്. സേനാപതി വേണു, കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്ത നിലപാടുകൾ വളരെ സുവ്യക്തമായ ഒരു നിലപാടുകളാണല്ലോ. ആ നിലപാടുകൾ തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ 100-ലധികം സീറ്റുകളുമായി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി മൊത്തത്തിൽ ഏതാണ്ട് 235-240ഓളം സീറ്റുകളുമായി വന്നിരിക്കുന്നതിന്റെ കാരണം. അത് കോൺഗ്രസ് എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ വളരെ സുവ്യക്തമാണ്, കൃത്യമായ നിലപാടുകളാണ് എന്നുള്ളത്. ആ നിലപാട് കൃത്യം. ഇവിടെ അമർറാമിനെ കുറിച്ച് പറഞ്ഞു. അമർറാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, സിക്കാറിൽ മത്സരിക്കുമ്പോൾ 38,000 വോട്ടാണ് കിട്ടിയത്. ഞങ്ങളുടെ അവിടെ സ്ഥാനാർത്ഥി എന്ന് 4.25 ലക്ഷം വോട്ട് ഭൂരിപക്ഷമുള്ള സീറ്റാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി BJP-യെ നേരിടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ ഒരു രാഷ്ട്രീയ വിട്ടുവീഴ്ചയ്ക്ക്. പിന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരിക്കലും ഏതായാലും CPM-ഉം കോൺഗ്രസും ഒന്നിച്ചൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, അല്ലെങ്കിൽ അവർ മത്സരിക്കില്ല എന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോ ഇവിടെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളത് കൊണ്ട് ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരമാവധി സീറ്റുകൾ നേടേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യം. എന്തുകൊണ്ട് നേടണം? അല്ല, സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ് ശ്രീ സേനാപതി. താങ്കൾ അത് വളരെ നിസ്സാരമായി ലാഘവത്തോടെ പറഞ്ഞു ഒരു സ്ട്രാറ്റജിയാണെന്നൊക്കെ. ഒരു സ്ട്രാറ്റജിയും അല്ലായിരുന്നു, ആ പാളിപ്പോയ സ്ട്രാറ്റജിയാണെന്നുള്ളത് നമുക്ക് പിന്നീട് ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. അവസാനമായി ചർച്ച സമാപിക്കുമ്പോൾ പ്രകാശൻ മാസ്റ്റർ, നിലവിൽ ഈ BJP പ്രിൻഡു മഹാദേവ് അടക്കം പറയുന്നത് വലിയ തരത്തിലുള്ള ഒരു തന്ത്രമാണ്. ജോർജ് കുര്യൻ എന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യത്തെക്കുറിച്ചോ BJP-യിൽ അദ്ദേഹത്തിൻ്റെ 50 വർഷത്തെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചും നമ്മൾ ആരും ചർച്ച ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ എടുത്തിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്, BJP എടുത്തിരിക്കുന്നത്, വീണ്ടും അടുത്ത മോദിയുടെ 3-ാം ഘട്ടത്തിൽ വരുമ്പോഴും പുതിയ ഗിമ്മിക്കുകളുമായി മോദി വരുന്നു. ഇത് എത്രത്തോളം ആ പാർട്ടിക്ക് ഗുണം ചെയ്യും? അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അത് എത്രത്തോളം മലീമസമാക്കും എന്നുള്ള ചോദ്യത്തിന് വളരെ ചെറിയ വാക്കുകൾ ഉത്തരം പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. പ്രകാശൻ മാസ്റ്റർ, ഈ സംഘപരിവാര ശക്തികളുടെ പൊതു നിലപാട് ന്യൂനപക്ഷ വിരുദ്ധമാണ്. അത് ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഒരുപോലെ തന്നെയാണ്. ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വിരുദ്ധമായിട്ട് നിലപാടുകൾ നീക്കുക, മറുഭാഗത്ത് ഞങ്ങളവരെ പരിഗണിക്കുന്നു,
എന്ന് കരുതുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഗിമ്മിക്കുകൾ കാണിക്കുക. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ ആളോട് ഒരു വാക്ക്, ഇവിടെ ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു BJP MP ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ പുറകോട്ട് പോക്കാൻ. പക്ഷേ അതിൽ പ്രധാന പങ്ക് വഹിച്ചത് കോൺഗ്രസ് ആണെന്നുള്ളത് കാണാതിരിക്കേണ്ട. നിങ്ങളുടെ 87,000 വോട്ടുകളാണ് മാറിയത്. ആ വോട്ടുകൾ സുരേഷ് ഗോപി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടിൽ അവർ കുറവുണ്ടായിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനത്ത് സുനിൽകുമാറിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 16,000 വോട്ട് കിട്ടി. എന്ന് മാത്രമല്ല BJP മുന്നേറിയിട്ടുള്ള ഈ കേരളത്തിലെ 11 സീറ്റുകളിൽ അവിടെ എല്ലാം കോൺഗ്രസ് പുറകോട്ടേക്ക് പോയി. BJP ശരി പ്രകാശ് മാസ്റ്റർ, ഞാൻ ഇടപെടുകയാണ്. സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. നിലവിൽ ഏതായാലും ഇപ്പോഴും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ദില്ലിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച നടക്കുന്ന വേളയിലും വലിയ തരത്തിലുള്ള കല്ലുകടികളാണ് NDA സഖ്യത്തെ, മൂന്നാം മോദി സർക്കാരിനെ നേരിടുകയും ചെയ്യുന്നത്. സുരേഷ് ഗോപിയുടെയും ഒപ്പം തന്നെ ജോർജ് കുര്യൻ്റെയും മന്ത്രിസ്ഥാനം നൽകുന്ന സന്ദേശം എന്താണ്? അത് കേരളത്തിലെ BJP സംഘടനാ സംവിധാനത്തെ എത്രത്തോളം അതിനെ ബാധിക്കുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. ഈ വിഷയം മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ സമാപിക്കുകയാണ്.